സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ വർഷത്തെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലെ വൈശാഖ സപ്താഹങ്ങളുടെ ഭാഗമായിട്ട് പൂർണ്ണത്രേശൻ്റെ കൃപയാൽ അവിടെ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു നിധി എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ആയിട്ടുള്ള കണ്ണൻ്റെ എന്തിനും ഒരു ഉപാധി വേണമല്ലോ. ആ കണ്ണൻ്റെ താല്പര്യപ്രകാരമാണ് ഇപ്പോഴ് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം. എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാന്റെ ഇച്ഛയോ ആ ഇച്ഛയ്ക്കനുസൃതമായിട്ട് നടോ നാട്യധരോ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ നടിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നും മനസ്സിലില്ല എന്ന് പറയാൻ കാരണം എന്തെന്നാൽ, പഠിച്ചു വന്ന ശാഖയാണെങ്കിൽ വളരെ വ്യത്യസ്തം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് പഠിച്ചു വന്ന് നിരന്തരം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഭരണ കേന്ദ്രങ്ങളിലൊക്കെ കുറേ നാൾ പരീക്ഷാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് തോന്നാം. അതേ രീതിയിൽ വന്ന ഒരാളിനെ ഇടയ്ക്കെപ്പോഴോ വെച്ച് ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ ഇതിലോട്ട് വലിച്ചിട്ടതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ അകത്തോട്ട് വരുന്നത്. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു പുതുമയാണ്. ഞാൻ കാലാകാലങ്ങളായിട്ട് സംസാരിച്ചിരുന്ന വിഷയം ശ്രീമദ് ഭാഗവതമാണ്. സപ്താഹം നടത്തി, ആദ്യ സപ്താഹത്തിന് പാരായണത്തിന് കൂടി, പിന്നെ കുറേ സപ്താഹം ഇങ്ങനെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രഭാഷണങ്ങളുമായിട്ട് സത്രത്തിലൊക്കെ പ്രഭാഷണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഇങ്ങനെ ഭഗവാന്റെ കൃപ എന്ന് ചിന്തിക്കാറുള്ളൂ. അത് മനസ്സിലാക്കി വന്നപ്പോഴുള്ള എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷം മുൻപ് ഭാഗവത സപ്താഹം ആരംഭിച്ച സമയത്ത് ഒരു ലേശം അഹമില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് നല്ലതുപോലെ പ്രഭാഷണം നടത്താൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഓരോ വർഷവും കഴിഞ്ഞ് വരും തോറും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. ഭാഗവതത്തെപ്പറ്റി ഞാൻ എന്താ പഠിച്ചത്? ഒന്നും പഠിച്ചില്ല. പഠിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് ഭാഗവതം എനിക്ക് കാണിച്ചു തന്നു. അതാണ് ഭാഗവതം എന്നെ പഠിപ്പിച്ചത്. കാരണം അതൊന്നും അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. എങ്കിലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നത് പ്രഭാഷണത്തെക്കാരുള്ള പാരായണമാണ്. വീട്ടിലിരുന്ന് നിത്യപാരായണം ഒരു സ്വഭാവമായി തീർന്നിട്ടുണ്ട്. എങ്ങനെയോ അങ്ങനെ വന്നുകൂടി. അതുകൊണ്ട് അത് ആണെങ്കിൽ നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ അസുഖം, അതനുസരിച്ച് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും. 1-2 മണിക്കൂർ ഇരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയാൽ ശീലമുള്ളത് കൊണ്ട്. കാരണം അങ്ങനെ പറയണമല്ലോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഭാഗവതം ഇരുന്ന് സംസാരിക്കുന്ന ആ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിയോഗം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നെ രാമായണത്തെപ്പറ്റി സംസാരിക്കാനുള്ള എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ യോഗ്യതയൊന്നുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ കുട്ടിക്കാലം എൻ്റെ മനസ്സിലോട്ട് വരും. അതായത് എൻ്റെ അച്ഛൻ്റെ നിർബന്ധ ബുദ്ധിയാകാം ഒരു പക്ഷേ, ഞങ്ങൾ വൈകിട്ട് ഇരുന്ന് നാമം ചൊല്ലണമെന്നും, ഞങ്ങൾ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ രാമായണം അല്ലെങ്കിൽ ഭാഗവതം ഒരു പേജെങ്കിലും വായിച്ചിരിക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. ഇനി അഥവാ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ പോലും വരുമ്പോൾ ചോദിക്കും, ഇന്ന് വായിച്ചില്ലെന്ന്. അല്പം കള്ളമൊക്കെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞങ്ങൾ ചിലപ്പോൾ പറയും അഥവാ വായിച്ചില്ലെങ്കിലും. പക്ഷേ അടുത്ത ദിവസത്തെ വായന കേൾക്കുമ്പോൾ അച്ഛന് മനസ്സിലാക്കും നമ്മൾ പറഞ്ഞത് ശരി. കാരണം അച്ഛനറിയാം, അങ്ങനെ ഇത് നല്ലതുപോലെ കേൾക്കുന്ന ഭാഗം കേൾക്കുമ്പോൾ നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കള്ളം പറഞ്ഞതാണെന്നൊക്കെ മനസ്സിലാകും. എന്നാൽ അതിന് പ്രത്യേകിച്ച് ശിക്ഷയൊന്നുമില്ല കേട്ടോ, അങ്ങനെ ശിക്ഷയൊന്നുമില്ല. എന്നാലും അങ്ങനെ ചില നിർബന്ധ ബുദ്ധി അച്ഛനുണ്ടായിരുന്നത് കൊണ്ട് ചെറുപ്പത്തിൽ, ഇന്നത്തെ രാമായണ മാസം എന്നുള്ളതല്ല,
എല്ലാ ദിവസവും ഒന്നുകിൽ രാമായണം അതല്ലെങ്കിൽ ഭാഗവതം ഒരു പേജെങ്കിലും വായിക്കുക. അത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. അപ്പോഴൊരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളിലുള്ള ഞങ്ങളുടെ മത്സരബുദ്ധിയുടെ ഒരു ഭാഗമായിട്ട് കൂടുതൽ ദിവസം ഞാൻ വായിക്കും. അതെൻ്റെ ഒരു താല്പര്യമാണ്. അപ്പം അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ബലം മാത്രമേ സത്യത്തിലുള്ളൂ. ആ ബലത്തിലാണ് രാമായണത്തെ പറ്റി അവലോകനമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൊതുവെ ഇല്ലാത്തൊരു രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതായാലും കർക്കടകത്തിലെങ്കിലും ഉണ്ടല്ലോ, അത് ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നോട് തന്നെ ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് പലയിടത്തും പോകുമ്പോൾ. ഇപ്പം ഞങ്ങളുടെ അവിടെ അടുത്താണെങ്കിൽ 5 കിലോമീറ്ററിനകത്ത് 4 അമ്പലങ്ങളുണ്ട്. ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്, ഒരു ലക്ഷ്മണ ക്ഷേത്രമുണ്ട്, ഒരു ഭരതക്ഷേത്രമുണ്ട്, ഒരു ശത്രുഘ്ന ക്ഷേത്രമുണ്ട്. പക്ഷേ പണ്ടത് വിഷ്ണു ക്ഷേത്രമായിരുന്നു. അപ്പം അത് ശത്രുഘ്ന ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇപ്പോഴാ 4 അമ്പലത്തിലും പോയി വായിക്കുക, സമ്പൂർണ്ണ പാരായണമായിട്ട് പാരായണത്തിന് പോവുക, ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം സൗകര്യം കിട്ടാൻ അതിനൊക്കെ പോകും. ഇങ്ങനെ അടുത്തായതുകൊണ്ട് സൗകര്യമാണ്. അതുകൊണ്ട് അവിടെ പോയിരുന്ന് വായിക്കും. രാവിലെ മുതൽ വായിച്ചാൽ വൈകിട്ട് നമുക്ക് വായിച്ച് തീർത്ത് അവിടെ നിന്ന് മടങ്ങുകയുമാകാം. എന്താ ഗുണം? ഒരു ഗുണവുമില്ല. ഗുണത്തിന് വേണ്ടിയിട്ടല്ലത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മനസ്സിനൊരു ആനന്ദം, ആ ആനന്ദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അങ്ങനെ പാരായണം ചെയ്യാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് ഇപ്പോഴും ഏതായാലും കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിലേ വായിക്കാവുള്ളൂ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. കർക്കിടക മാസം ഇപ്പോൾ 32 തീർന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് വായിച്ചത് തീർന്നില്ല. അപ്പോഴേ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യാനില്ല, അടുത്ത ദിവസം ചിങ്ങം 1-ാം തീയതി വായിച്ചോളുക എന്നുള്ളതാണ് മറുപടി. അല്ലാണ്ട് അങ്ങനെയൊരു നമ്മൾ ക്ലിപ്തമായിട്ടുള്ളത് വെക്കേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ തന്നെ വേണം നിർബന്ധമുള്ളവർ 32-ാം തീയതി ആകുമ്പോൾ വായിച്ച് തീർത്തോളൂ എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു നിയമമൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് പറയാൻ കാരണം എന്തെന്നാൽ പണ്ട് ഞാനിങ്ങനെ ശീലിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വായിക്കും. അതിന് ഈ പറയുന്ന നിബന്ധനയൊന്നുമില്ല. നമ്മളെങ്ങനെ ഇരുന്ന് വായിക്കും. വൈകിട്ട് നാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് വായിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് അന്നിരുന്ന് വായിക്കും. എന്നാൽ ഇതിനൊരു പ്രത്യേകത ഇല്ലേ എന്ന് വെച്ചാൽ ഒരു കാര്യം, പല പ്രത്യേകതകളുണ്ട് കർക്കിടക മാസത്തിൽ വായിക്കുന്നതിന്. ഒരു കാര്യം എന്തെന്നാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ കുട്ടികളായിട്ടുള്ള ലവകുശന്മാർ ഈ രാമായണം മുഴുവൻ ആത്മീയയാൽ രചിക്കപ്പെട്ട ആ രാമായണം മുഴുവനും കൂടെ ഈ സമയത്താണ് പോയി അവിടെ പോയി പാടി കേൾപ്പിച്ച് ശ്രീരാമചന്ദ്രനെ കേൾക്കാനുള്ള അവസരം ഉണ്ടായത്. വേറെ ഉണ്ട് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ആ സമയത്താണ് ഇത് പാടിക്കൊണ്ട് ഇവർ അവിടെ ചെന്ന് ഈ 1 മാസം കൊണ്ടാണ് അത് മുഴുവൻ പാടിത്തീർത്തത് എന്ന് ഒരറിവുണ്ട്. ശരിയോ തെറ്റോ എന്തോ ആകട്ടെ. അപ്പം അങ്ങനെ ഒരു പ്രാധാന്യം അതിന് ആ സമയത്തുണ്ട്. എന്നാൽ ഈ സാക്ഷാൽ ഭഗവാനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചുള്ള ആ കഥകൾ മുഴുവൻ അത് കാവ്യരൂപത്തിലുള്ളതിനെ ഈ പുത്രന്മാർ വന്ന് ഈ 1 മാസം കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു അല്ലെങ്കിൽ പാടിത്തീർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്, ഇല്ലായൊന്നുമില്ല എന്ന് നമ്മൾ എടുത്താൽ മതി അതിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ കർക്കിടക മാസം ആയിക്കോട്ടെ, അഥവാ ആരെങ്കിലും ഒരു ദിവസം അല്ലാണ്ട് വായിച്ചു എന്ന് കരുതി ഒരു തെറ്റുമില്ല. താനും തെറ്റില്ല എന്നുള്ളത് മാത്രമല്ല, ഗുണമേ ഉള്ളതാണ്. ഇനിയിപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവലോകനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേദങ്ങളുണ്ട്, ആരണ്യങ്ങളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വൈദികം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള വൈദികമായിട്ടുള്ള ഭാവങ്ങൾ പിന്നീടാണ് എങ്കിൽ അതിനുശേഷം വേറെ അതിൻ്റെ ഈ അംഗങ്ങളായിട്ടുള്ള വേദ അംഗങ്ങൾ എന്ന് പറയുന്ന അത് വേറൊരു വിഭാഗം. പിന്നീടാണ് എങ്കിൽ നമുക്കുണ്ട് പുരാണങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. അല്ലേ, 10-18 പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പുരാണങ്ങൾ, അതോടൊപ്പം 2 ഇതിഹാസങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവും. ഇങ്ങനെ 2 ഇതിഹാസങ്ങൾ. ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഘടന നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ.
പിന്നെ ധാരാളം എന്താ അംഗങ്ങൾ ഉപാംഗങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ പലതും കൊണ്ട് താനും. എങ്കിൽ പോലും പ്രധാനമായിട്ട് ഇത്രയുമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വേദം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം എന്നുള്ളതാണ്. അതിനെ നമ്മളിലോട്ട് സാധാരണ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ സാധാരണ ജനങ്ങളോട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചു. അതാണ് ഈ പറയുന്നതൊക്കെ. വേദത്തെ അതുപടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് പലതരത്തിലുള്ള ഭാഷ്യങ്ങൾ കൊടുത്തുകൊണ്ട് അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വേദത്തെ പകുത്തതിനെ പറ്റി പോലും ഞാൻ പറയാറുണ്ട് പലപ്പോഴും. പകുക്കുക എന്ന് പറഞ്ഞാൽ ബുക്കെടുത്ത് പകുത്തു വെക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും ഋക്കുണ്ട്, യജുസ്സുണ്ട്, സാമമുണ്ട്, അഥർവമുണ്ട് എന്നൊക്കെ പറയുന്നത്. അവിടെ ആ പകുക്കുക എന്നുള്ളത് നമ്മൾ കൊടുത്ത വാക്കാണ് ശരിക്കും. വ്യസിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആ പദം തന്നെ അവിടെ. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ പകുക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരു സ്വീകരിക്കത്തക്ക പദം നമ്മൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വ്യസിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിലൂടെ നമ്മൾ കടന്നാൽ അതിനെ പലതരത്തിലുള്ള അതിൻ്റെ ഭാഗങ്ങളായിട്ട് അല്ലെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിട്ട് ഒന്നായിട്ടുള്ള അറിവിനെ കാണുന്ന കാഴ്ചപ്പാടാണത്. അതാണ് വ്യസിക്കുക എന്ന് പറയുമ്പോൾ. വ്യാഖ്യാനിക്കുക എന്ന് വേണമെങ്കിൽ എടുത്തോളൂ ലളിതമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം 100 പേജുണ്ട്, അത് പകുക്കുക എന്ന് പറഞ്ഞാൽ 50 പേജായിട്ട് അത് പകുത്തെടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തെന്നാൽ ഇതേ രീതിയിൽ അറിവിനെ നമ്മളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറിവിലോട്ട് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇതിഹാസങ്ങളുണ്ടെന്ന് പറയും. ആദി കാവ്യം എന്നൊക്കെയാണ് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. വാൽമീകിയാൽ രചിക്കപ്പെട്ട ആദികാവ്യം എന്നുള്ളതാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ ആസീത, അതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇപ്രകാരം ഇവിടെ ഒന്നുകിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടതല്ലേ അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ എടുക്കുക. ആസീത എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പദത്തിൻ്റെ അർത്ഥത്തിലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പദത്തെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മുറിച്ചെടുക്കുന്ന അങ്ങനെ ഇതി ഇഹ ആസീത, അതാണ് ഇതിഹാസ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്രകാരം ഇവിടെ ഇത് ഉണ്ടായിരുന്നു, ആവിർഭവിച്ചിട്ടുണ്ട് എന്ന് ആണ് നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പലതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങൾ പറയാം. 1, നമ്മുടെ മനസ്സിനെ എടുക്കുക. 2, നമ്മുടെ ശരീരത്തെ എടുക്കുക. 3, നമ്മുടെ ഫാമിലി, കുടുംബം എന്ന് പറഞ്ഞെടുക്കുക. അടുത്തത് നമ്മുടെ സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്നത്. 5-മത്തെ രാഷ്ട്രം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശമുണ്ടല്ലോ, രാഷ്ട്രം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 ഘടകങ്ങൾ വേണ്ട രീതിയിൽ നയിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. ഈ പലത് പറഞ്ഞല്ലോ, ഈ പലത് പറഞ്ഞതിൻ്റെ മുഴുവൻ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് പോകുമല്ലോ. തിന്മയിൽ നിന്നും നന്മയിലോട്ട് നയിക്കുക, ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലോട്ട് നയിക്കുക, കുടുംബത്തെ ഛിദ്രവാസനകളിൽ നിന്നും ഭദ്രവാസനകളിലോട്ട് നയിക്കുക, സമൂഹത്തെ നശീകരണ പ്രവൃത്തിയിൽ നിന്നും ഉദ്ഗ്രഥനത്തിലോട്ട് മാറ്റുക, രാഷ്ട്രത്തെയും വിഘടനിച്ചു പോകുന്ന അതിൽ നിന്ന് സംയോജിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് 5 ഘടകങ്ങളാണ് അതിനുള്ളത്. ഈ 5 എണ്ണം നമുക്ക് ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ കേൾക്കാൻ പോകുന്നതും ആയിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ള എന്താണെന്നുള്ളത് വളരെ പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. നമ്മൾ ഈ മനസ്സങ്ങ് എടുത്തോ, ഈ മനസ്സിൽ മുഴുവൻ എന്താ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന സാധനം മനസ്സാണ്. അതിനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ സംഗതി രക്ഷപ്പെട്ടു. അതാണ് ഏറ്റവും ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് എവിടെയെല്ലാം പോയി.
നമ്മൾ ഈ ശതരൂപ എന്നൊക്കെ പറഞ്ഞ് ഭാഗവതത്തിൽ പദമൊക്കെ കേട്ടിട്ടുണ്ട്. ശതരൂപ എന്ന് പറഞ്ഞാൽ, ശതം എന്ന് പറഞ്ഞാൽ 1000, ആയിരക്കണക്കിന് രൂപത്തെ ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ അത് മനസ്സ് വേറൊന്നുമല്ലത്. അപ്പോൾ ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള, മനസ്സല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹ നിവൃത്തി വരാണ്ട് വരുന്നതോടുകൂടി നമുക്ക് വിദ്വേഷം നമ്മളിലോട്ട് കൊണ്ടുവരികയാണ് അല്ലേ. അതാണ് മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ, തിന്മയിൽ നിന്നും നന്മയിലോട്ട് അതിനെ നയിച്ചു കൊണ്ടുവരിക, ദുഷ്ചിന്തകളിൽ നിന്നും സത്ചിന്തകളിലോട്ട് അതിനെ നയിച്ചു കൊണ്ടുവരിക. ശ്രമിച്ചാൽ നടക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണിത് ഉപയോഗിക്കുന്നത്. ശരീരത്തെ ആണെങ്കിൽ അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലോട്ട്, ഈ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോഴേ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സപ്താഹമൊക്കെ നടത്താൻ 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസത്തേന് ഒരിടത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചക്കാരുടെ കാഴ്ചയിൽ ശാരീരികമായിട്ട് നോക്കിയാൽ കുറേ ക്ഷീണമുണ്ട്. എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, അനുഭവം പറയാമല്ലോ, സ്വന്തം അനുഭവം പറയാവുന്നതാണ്. അപ്പോൾ കാണുന്നവരുടെ കാഴ്ചയിൽ ശരീരത്തിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ക്ഷീണമുണ്ട്. കാരണം നമ്മൾ അനുവർത്തിച്ചു പോരുന്ന നമ്മുടെ രീതികൾക്കല്ലേ, ഭക്ഷണ രീതികൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് 7 ദിവസം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകാം. അത് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റുള്ളവർ കാണാത്ത മറ്റൊരു ഭാഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനുള്ളിലുള്ള ശാരീരികമായിട്ടുള്ളൊരു പവർ എന്ന് പറയുന്നത്, അത് മനസ്സിൻ്റെ നമുക്ക് ഇതിലോട്ട് വരികയാണ്. എന്നുവെച്ചാൽ ആരോഗ്യം എന്ന് പറയുന്ന അവിടെ ശരിക്കും കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. അത് നമ്മൾ പ്രത്യേകിച്ച് എങ്ങൊന്നും കൊണ്ടുവരണ്ട. അത് എന്താ തൻ്റെ ആരോഗ്യം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആരോഗ്യത്തെ നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ, അർപ്പണ മനസ്സോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത ആരോഗ്യം ലഭിക്കും. അതുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ അത് നമ്മളെ കാണിച്ചു തരികയാണ്. അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലോട്ട് ഇത് നയിക്കുന്നതാണ്. കുടുംബത്തിലാണ് എങ്കിൽ തീരെയില്ലാത്ത പ്രവൃത്തികൾ, അതായത് കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ ശുഷ്കിച്ച് പോയിരിക്കുകയാണ്. ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നതിൽ നിന്ന് അല്ലേ, അതിൽ നിന്ന് പറയുമ്പം 4 എന്നുള്ളതാണ് ഏതാണ്ടൊരു സാമാന്യമായിട്ട് എടുത്തിരിക്കുന്നത്. ആ 4 എന്നുള്ളത് വീണ്ടും തുടങ്ങി നമ്മളൊന്ന്, അതുകൊണ്ട് നമുക്കും ഒന്ന് മതി എന്നായി. ഇപ്പോൾ ഏതാണ്ട് 1/2 1/4 ഒക്കെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ ശുഷ്കിച്ച് വന്ന കുടുംബ ആ ഒരു സാഹചര്യമാണെങ്കിൽ പോലും, എത്ര ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളും, അതായത് ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ അമ്മ, അവിടെയുള്ള കുട്ടികൾ ഒരുമിച്ച് എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് ഒരു അല്പനേരമെങ്കിലും സംസാരിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ സമയം കിട്ടുകയാണ് എങ്കിൽ പല കാര്യങ്ങൾക്കും അവിടെ കുടുംബത്തിനകത്ത് ഫാമിലിയിൽ സമാധാനമുണ്ട് എന്നുള്ളതാണ്. ഇനി അതിനകത്ത് ഞാൻ പറയുമ്പോഴേ ഒരു ദിവസം എടുക്കേണ്ടതില്ല. ആ ഒരു ദിവസം എന്നുള്ള വേണം, ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം, ഒരു മാസത്തിലൊരു ദിവസം അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോയെന്ന്. വേണമെങ്കിൽ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി അതിന് ഞാൻ വിളിച്ചാൽ അവൻ വന്നിട്ട് വേണ്ടേന്ന്. ആരുടെ കുറ്റം? വളർത്തു ദോഷം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെയാണ് എൻ്റെ ഉത്തരവാദികൾ. ചെറുപ്രായത്തിൽ വേണമെങ്കിൽ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞങ്ങളിരുന്ന് നാമം ചൊല്ലുന്ന സമയത്ത് വരാന്തയിലിരുന്ന് ഞങ്ങൾ നാമം ചൊല്ലുമ്പോൾ അതിന് പുറകിൽ വരാന്തയുടെ ഒരു ചെറിയ അരപ്ലേസ് പോലെ അല്പം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, ഒരു 2 അടി പൊക്കത്തിൽ. നിലവിളക്കും കൊളുത്തി വെച്ച് അവിടെ നിന്ന് നാമം ചൊല്ലുന്നു. അന്ന് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അച്ഛൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ പറയാം, അതേ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അപ്പുറത്തേക്കൊന്ന് പോകേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ നാമം ചൊല്ലുന്നതിൻ്റെയും നിലവിളക്കിൻ്റെയും ഇടയ്ക്കൂടെ കടന്നു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരടി മുൻപോട്ട് കയറിയിരിക്കണം. എനിക്ക് പുറകിൽ കടന്നു പോകാമല്ലോ. അന്ന് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്നുള്ളത്. സത്യത്തിൽ എന്താ, നമ്മൾ ഈ പുറകിൽ 2 അടിയുള്ള ഈ അരപ്ലേസ് പോലുള്ള ചാരി ഇരിക്കരുത്. ഇതിന് വേണ്ടിയിട്ടാണത്. അല്ലാണ്ട് ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. നോക്കൂ, നമ്മുടെ ഓരോരോ ഒന്നെങ്കിൽ അച്ഛനാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനാകട്ടെ, അവരുടെ ആ മനസ്സിൽ കിടക്കുന്ന ആ കാര്യമൊന്നും പറയില്ല. ഇങ്ങനെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കവിടെ നല്ലതുപോലെ വൃത്തിയായിട്ട് അവിടെ നിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് 1 മണിക്കൂറാകട്ടെ 2 മണിക്കൂറാകട്ടെ 3 മണിക്കൂറാകട്ടെ നമ്മളങ്ങനെ ഇരിക്കും. നമുക്കെങ്കിലും പുറകിലൊരു സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ചോദിക്കുക എങ്ങനെ എത്ര നേരം ഇരിക്കുന്നതെന്ന്. ശീലിച്ചതാ ചെറുപ്പത്തിൽ.
അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം, മാതാപിതാക്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ, മുതിർന്നു കഴിഞ്ഞിട്ടാണ് ഈ കുഴപ്പം വിളിച്ചാൽ വരില്ലാത്തതേ. അതായത് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വളക്കിയേ ആകാവുള്ളൂ കുട്ടികളെ, ഒടിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ആ വഴങ്ങുന്ന സമയത്ത് നല്ലപോലെ ബലം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ബലം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് എന്തെങ്കിലും ചിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. എന്നുവെച്ചാൽ ബന്ധം അറ്റുപോകും, മുറിഞ്ഞു പോകും അല്ലേ? അതവിടെ സംഭവിക്കുന്നത്. അതേസമയം ആ വളർന്നു വരുന്നതിന്, ആ ഉറപ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നമ്മൾ പിടിക്കുന്നിടത്ത് പതുക്കെ വളഞ്ഞു വരും. ഇതാണ് വളക്കിയേ ആകാവുള്ളൂ, ഒടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം അതാണ്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്കിങ്ങനെ സാധിക്കും എങ്കിൽ, ഇല്ലെങ്കിൽ പൊതുവെ സപ്താഹവേദിയിൽ പറയാറുള്ളത് പോലെ, പണ്ടത്തെ ഒരു 8-10 വർഷം മുൻപുണ്ടായിരുന്ന കോട്ടയം SP പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ 4 മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ ആ 4 മൊബൈൽ ഫോണും ഒരേ മേശപ്പുറത്ത് വെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ 4 എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, 2 കുട്ടികളാകട്ടോ ഈ ഉദ്ദേശിച്ചത് 4. ആ 4 മൊബൈൽ ഫോണും നമ്മുടെ വീട്ടിൽ ഒരേ മേശപ്പുറത്ത് വയ്ക്കാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ, അത്തരം വീടുകളിൽ, അല്ലെ കുടുംബങ്ങളിൽ അവിടെ നിന്നും ക്രിമിനൽസ് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിമിനൽസ്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ ഇല്ലേ? ഇന്ന് എനിക്ക് വരുന്ന ഫോണ് എൻ്റെ മകനെടുത്ത് എനിക്ക് ഇഷ്ടപ്പെടുമോ? നീ എന്തിനാ അതെടുത്തത് എന്ന് ചോദിക്കില്ലേ? നീ അറിയേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ പരസ്പരം, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവർ തമ്മിൽ പോലും നമുക്ക് കാര്യങ്ങളെ പങ്കുവയ്ക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതാണ് ഈ ഛിദ്രവാസന എന്ന് പറയുന്നത്. ആ ഛിദ്രവാസനയിൽ നിന്നും ഭദ്രവാസന. ഭദ്രം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ള, ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞാൽ നല്ലതിനെ പ്രദാനം ചെയ്യുന്ന, നമ്മൾ കാണുന്ന പോലുള്ള ഭീകരതയല്ല അതിനകത്തുള്ളത്, ഭദ്രമാണ്. അതിന് ഉപകരിക്കുക. സൊസൈറ്റിയിലുള്ള പ്രശ്നം എന്താണ്? സമൂഹത്തിലുള്ളത് അവിടെ മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരു ഗ്രന്ഥങ്ങളിലും ഒരു നശീകരണത്തിനുള്ള ഒരു സന്ദേശവും നൽകുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനെ എടുത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പലപ്പോഴും പല ആൾക്കാരും നശീകരണത്തിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ആ സമൂഹത്തിൽ അങ്ങനെയുള്ള അത്തരം വാസനകളെ നമ്മൾ മാറ്റി നിർത്തുക. അപ്പോൾ നമ്മുടെ സൊസൈറ്റി അത് നന്നായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നാട്, നമ്മുടെ അമ്മയല്ലേ അത് അല്ലേ? നമ്മുടെ അമ്മ എന്നാണ് നമ്മുടെ നാടിനെ പറ്റി നമ്മൾ പറയുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നാടെന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാകണം, അതിന് ഉദ്ഗ്രഥനം ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം. ഇത്തരം സന്ദേശങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. നമ്മളീ പറഞ്ഞു തുടങ്ങി കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒന്നെങ്കിൽ വേദം മുതലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പലതുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം ഇതൊക്കെയാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ മനസ്സിൽ ചിലപ്പോൾ തങ്ങി നിൽക്കില്ലായിരിക്കും, എന്നാലും കേൾക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് മുഴുവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലും ആദികാവ്യം എന്നുള്ള രീതിയിൽ ഈ രാമായണം വരുമ്പോൾ, ഈ രാമായണത്തെ സംബന്ധിച്ച് നല്ല കാവ്യമാണതെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം ഓരോരുത്തരോടും ചോദിച്ചു നോക്കൂ, നിങ്ങൾ എത്ര തവണ ഇത് വായിച്ചു? കഴിഞ്ഞ വർഷം വായിച്ചു തന്നെയല്ലേ ഈ വർഷവും വായിക്കുന്നത്? എന്നിട്ട് മടുപ്പ് തോന്നാത്ത എന്താ? അതാണ് അതിൻ്റെ പ്രത്യേകത. മടുപ്പില്ല. ഇതന്നെ ഭാഗവതം ഇരുന്ന് വായിച്ചാൽ എത്ര തവണ വായിച്ചു എന്നാലും മടുപ്പുണ്ടോ? ഇല്ല, വീണ്ടും ഇരുന്ന് വായിക്കും. നമുക്ക് മടുപ്പ് തോന്നിയല്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ ഇതിലുള്ള ഒരു പാട്ട് കേൾക്ക് 4 ദിവസം കൊണ്ടു നടക്കും, അത് കഴിയുമ്പോൾ അത് മറന്നു, പിന്നെ അത് വേണ്ട അല്ലേ? ഇപ്പോൾ കാട്ടില്ലേ മാനിൻ്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. കുറേ നാൾ മുഴുവൻ കേട്ടോണ്ടിരുന്നതല്ലേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിന് കാവ്യഭംഗി, രചന തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. അതിൻ്റെ രചനയിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ വാൽമീകി രാമായണത്തിലോട്ട് തന്നെ ആദ്യം പോകണം. വാൽമീകി രാമായണം എന്നുള്ളതാണ് ആദ്യ കാവ്യം എന്നുള്ളത്. 24,000 ശ്ലോകങ്ങളോട് കൂടിയുള്ള രചനയാണ് വാൽമീകി രാമായണം. ആ 24,000 ശ്ലോകങ്ങൾ എന്നുള്ളത് മാത്രമല്ല അതിനകത്തുള്ളത്. അതിലുപരിയായിട്ട് നമ്മുടെ ഗായത്രിയിലെ ആ പദങ്ങളെടുത്ത് ഓരോരോ 1000 ശ്ലോകങ്ങളും 24 അതിനകത്തെ അക്ഷരങ്ങളാണ് ഈ എടുത്തിരിക്കുന്നത്. ആ 24 അക്ഷരങ്ങളെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഗായത്രി ജപിക്കുന്നതിന് തുല്യമാണ് 24,000 ശ്ലോകങ്ങൾ. ആദ്യത്തെ 1000 ശ്ലോകങ്ങൾ ആദ്യത്തേത്, അത് കഴിഞ്ഞ് അടുത്ത 1000 വരുന്നെന്താ? അടുത്ത അക്ഷരത്തിൽ. ഇങ്ങനെയാണ് അതിൻ്റെ രചന തന്നെ. എന്ന് പറഞ്ഞാൽ ഗായത്രി തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്.
ഇനി അത് മാത്രമല്ല, അതിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിൻ്റെ ഓരോന്നിൻ്റെ ആ സൗകുമാര്യത, അത് നമ്മൾ പതുക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുമാത്രം നല്ല രീതിയിൽ. അതായത് ഈ പലപ്പോഴും പറയാറുണ്ട്, ഈ മാല കോർക്കുമ്പോൾ അതിൻ്റെ മുത്തുമണികൾ നല്ലപോലെ ചേരുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ കോർക്കുമോ അതേ രീതിയിലാണ് കോർത്ത് ഈ പദങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന്. അതല്ലെങ്കിൽ കൂലം കുത്തി ഒഴുകുന്ന ഗംഗാനദി സമതലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ശാന്തമായിട്ട് നല്ല ഒഴുക്ക് അടിയിലുണ്ടെങ്കിൽ പോലും അതിനെ പ്രദർശിപ്പിക്കാണ്ട് മുകളിൽ ഒന്നും കാണാത്ത ശാന്തമായിട്ട് ഒഴുകുന്ന രീതിയിലുള്ള ഒഴുക്കാണ് അതിനകത്തുള്ളത്. പക്ഷേ അതിൻ്റെ അടി കിടപ്പുണ്ട്, നല്ല അടിയൊഴുക്കുണ്ടതിന്. ആ അടിയൊഴുക്ക് മനസ്സിലാക്കിയല്ല, നമ്മൾ മനസ്സിലാക്കാണ്ട് തന്നെ ആണ് ഇതിനകത്ത് കിടക്കുന്നതെന്നാണ്. അതാണ് എൻ്റെ ഘടന എന്ന് പറയുമ്പോൾ തന്നെ. ചരിത്രമൊക്കെ അവിടെ കിടക്കട്ടെ, അതേ രീതിയിൽ അവിടെ ഒന്നുകിൽ രത്നാകരനാണെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്നോ, അതിന് ഋഷികൾ സപ്തർഷികൾ വന്നെന്നോ ഇങ്ങനെയുള്ള കഥാഭാഗങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും കടക്കുന്നില്ല. അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഈ രാമായണത്തെ നമ്മൾ, പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന വാൽമീകി രാമായണം തന്നെ, ആ രാമായണത്തെ നമ്മൾ, അതുകൊണ്ട് മറ്റൊന്ന് മോശമാണെന്നല്ല, വാൽമീകി രാമായണം അങ്ങനെ അദ്ദേഹം എഴുതിയ ആ കാവ്യം, അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അധ്യാത്മരാമായണം ഒട്ടും മോശമല്ല. അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നുള്ളതാണ്. അതാണ് ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്ന, നമ്മൾ സാധാരണ ഈ 7 കാണ്ഡങ്ങളൊക്കെ ഉത്തരകാണ്ഡം ഉൾപ്പെടെ, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുരാണത്തിൽ പെടുന്നതാണ്. സത്യത്തിൽ ഇതിഹാസം അല്ലത്. ഇതിഹാസം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. മറ്റേ ഇതിൽ നിന്നുള്ളതാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. മോശമൊന്നുമല്ല, ഒന്നും ഒരു കാര്യവും മോശമല്ല. ഇനി എടുത്തോളൂ, അതിൽ തന്നെ നോക്കൂ, പദവിന്യാസങ്ങളൊക്കെ ഓരോ രീതിയിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെ ആ പദങ്ങൾ ഓരോന്നെടുക്കുന്നത് ആദ്യ അക്ഷരത്തിലുള്ള ആദ്യാക്ഷര പ്രാസം വരുന്നത്, മറ്റുള്ളത് ദ്വിതീയാക്ഷര പ്രാസം വരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കൂ എത്ര രസകരമായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ വൃത്തങ്ങളൊക്കെ ഇപ്പോൾ പണ്ടൊക്കെയാണ്, ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കളയുക. നല്ല ഒന്നാം തരം ഭാഷ. അതുകൊണ്ടാണ് ഈ എഴുത്തച്ഛനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ പറയുന്നത്. ശരിക്കുള്ള മലയാള ഭാഷ അതിനൊരു രൂപം അതിനു മുമ്പില്ലായിരുന്നു. സംസ്കൃതത്തിൽ നിന്നുള്ള പദങ്ങളെ മലയാളീകരിച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് എങ്ങനെ ഉപയുക്തമാക്കി തീർക്കാം എന്ന് നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നല്ലതുപോലെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഭാഷ പഠിക്കണം എങ്കിൽ വേറെ എങ്ങോട്ടും പോകണ്ട, ഒറ്റ ഗ്രന്ഥം പഠിച്ചാൽ മതി, രാമായണം. അതങ്ങ് പഠിച്ചാൽ മതി. മലയാള ഭാഷയ്ക്ക് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പഠിച്ചാൽ മതി. വേറെ എവിടെയെങ്കിലും പോകണോ? വേണ്ട. അതിന് ഓരോ ആദ്യത്തെ തുടങ്ങുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ വൃത്തം എന്താ. വൃത്തം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സർക്കിളേ കാണുള്ളൂ, അല്ലേ? ബാലകാൻ്റെ അടുത്ത് കഴിഞ്ഞ വൃത്തം എന്താ? കേകയാണ് അതിൻ്റെ വൃത്തം. കേകയാണ് അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത്. നമ്മൾ രസകരമായിട്ട് ചൊല്ലുന്ന സുന്ദരകാന്ഡാണെങ്കിലോ കളകാഞ്ചിയാണ് അതിൻ്റെ വൃത്തം. കാകളിക്കാദ്യ പാതാതോ 2 3 ഗണങ്ങളെ അയ്യഞ്ച് ലഘുവാക്കീടിൽ ഉളവാൻ കളകാഞ്ചികൾ സകല സുഖകുല വിമല തിലകിതകളേവരെ സാരസ്യപീയൂഷ സാരസർവസ്വമേ കഥയോമ കഥകൾ സാധനം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരെ. എത്ര രസകരമാ ആ കളകാഞ്ചിയിൽ അത് കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? അതാണ് ഈ പദങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നത്, അക്ഷരങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നത്. ശുദ്ധമായ ഭാഷ. എത്ര അധ്യാപകർ ഇപ്പം നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ മലയാള അധ്യാപകരിൽ പോലും നല്ലൊരു ശതമാനവും മലയാളം ഉച്ചരിക്കാൻ പോലും അറിയില്ലാത്തവരാണ്. എന്നിട്ട് പറയും നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ ഇങ്ങോട്ട് പകർന്നു കൊടുത്താൽ പോരാ. ഭാഷയ്ക്ക് ഭാഷയുടേതായ പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് ഭാഷയെ നമ്മൾ ആശ്രയിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എങ്ങനെയെന്നാൽ ഭാഷ എന്ന് പറയുന്നത് പോലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഉള്ളിലുള്ള ആശയത്തെ സമാന ജീവിയിലോട്ട് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് ഭാഷ. അപ്പോൾ അതേ രീതിയിലാണ്. ഇപ്പം നമ്മൾ മലയാളം പറയുമ്പോൾ മലയാളം അറിയാമെങ്കിലല്ലേ പറ്റുള്ളൂ. അതാണ് സമാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് മാത്രമല്ല ഭാഷകൾ, മൃഗങ്ങൾക്കുണ്ട് ഭാഷ, പക്ഷികൾക്കുണ്ട് ഭാഷ, അവർക്കൊക്കെ ഭാഷയുണ്ട്. നമ്മുടെ ഭാഷ അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേ അതിനകത്തുള്ളൂ. പക്ഷേ ഈ മലയാളം എന്ന് പറയുമ്പോൾ അതിനകത്ത് വൃത്തിയായിട്ട് നമ്മൾ ഉച്ചരിക്കാൻ പഠിക്കണം. അതങ്ങനെ നമ്മൾ ഉച്ചരിച്ചാലുള്ള ഗുണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസഗതി അത് നിയന്ത്രിക്കും. ഇതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഈ മൂലാധാരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് അതിനെ സംഭരിച്ചു കൊണ്ടുവന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് ഇതേ രീതിയിൽ തന്നെ പുറത്തോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ പവർ കൊടുത്തെങ്കിൽ നമ്മളൊരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ അതിനകത്തുനിന്ന് വരണം. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ശിവരാമകൃഷ്ണ ഉള്ള സാറെന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. കേട്ടെഴുത്തൊക്കെ ഇടുവന്ന് സ്കൂളിലെ കേട്ടെഴുത്തെന്ന് പറയണം. എന്ന് വെച്ചാൽ സാറ് പറയും, നമ്മൾ എഴുതുക.
ശിവരാമുള്ള സാറ് പഠിപ്പിച്ചാൽ കേട്ടെടുത്തിട്ടാൽ ഒരു പദം പോലും തെറ്റില്ല. എന്താ? കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം. അവിടെ ഒരു പീപ്പിൾസ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ലൈബ്രറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരയിരിപ്പ്. അങ്ങനെയുള്ളൊരു മരിച്ചൊക്കെ പോയി കേട്ടോ, ഇബ്രാഹിം മരിച്ചൊക്കെ പോയി. എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം നമ്മൾ ഉച്ചരിക്കാനായിട്ട്. ഇത് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. നല്ല ഭാഷയുണ്ടായിരുന്ന ഒന്നാണ് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത്. അപ്പം അതും വികലമായില്ലേ എന്നെനിക്ക് അറിയാൻ പാടില്ല. അതായത് നല്ലതുപോലെ ഉച്ചാരണ ശുദ്ധിയുള്ള ആൾക്കാരെ മാത്രമേ രാമേന്ദ്രൻ വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രന് കേൾക്കുമ്പോൾ തന്നെ നമുക്കും അത് മതി, കൃത്യമായിട്ടൊക്കെ വരിക അല്ലേ. അല്ലെങ്കിൽ വെൺമണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതാണ് ശുദ്ധമായിട്ടുള്ള ഭാഷയുടെ സ്വരൂപം. അതാണ് അതിനെ കൊടുത്ത ആളാണ് സത്യത്തിൽ ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ പറയണത്. ഒരു ഭാഷ മലയാളം വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇംഗ്ലീഷ് വൃത്തിയായി, ഞാൻ പറയണം മലയാളം പഠിക്കണ്ട, ഇംഗ്ലീഷ് പോയി പഠിച്ചോളൂ. എല്ലാവരും പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ താഴത്തുനിന്ന് പോയിട്ട് ഏറ്റവും മുകളിൽ വരെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മലയാളത്തിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ UPSCയുടെ ഒരു പരീക്ഷയാണെന്ന് വെച്ചോളൂ. നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാനുള്ള അനുവാദം തന്നിട്ടുണ്ട്, മലയാള ഭാഷയിൽ എഴുതാൻ അനുവാദം തന്നിട്ടുണ്ട് എന്നും എടുത്തോളൂ. അങ്ങനെ മലയാള ഭാഷ എഴുതാനുള്ള അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മളൊരു വാല്യുവേഷന് പോകുകയാണെങ്കിൽ ആ വാല്യുവേഷൻ സമയത്ത് നമ്മളിപ്പോൾ മലയാളി ആയിട്ടൊരാളുണ്ടെങ്കിൽ ആ ആൻസർ ബുക്ക് ആരുടെ കൈ തരും? നമ്മുടെ കൈ തരും. എഴുതി വെച്ചിരിക്കുന്ന മലയാളം നോക്കണം. തീരെ താഴ്ന്ന ലെവലിലുള്ള കാര്യമല്ല ഞാൻ പറയണത്, വളരെ ഉയർന്ന പൊസിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിയ പരീക്ഷയ്ക്കകത്ത് ഉള്ളതാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ പേപ്പർ വീട്ടിലോട്ട് അയച്ചു തരുമായിരുന്നു, പിന്നെ അത് ഡൽഹി വെച്ച് തന്നെ വാല്യുവേഷനാക്കി. ആ സമയത്ത് എൻ്റെ വാമഭാഗത്തെ ഞാൻ പലപ്പോഴും ഇത് വായിച്ച് കേൾപ്പിക്കും. രസത്തിനാണ് കേട്ടോ, കാരണം ഈ മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നതേ അത് വായിച്ച് കേൾപ്പിക്കും. അപ്പം ഇതാണ് ഭാഷയുടെ ഈ വികലമായിട്ടുള്ള ആ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോളൂ, ഒരു തകരാറും ഇല്ല. ഏതെങ്കിലും ഒരു ഭാഷ വൃത്തിയായിട്ട് പഠിക്കണം, അതാണ് ഞാൻ പറയുന്നത്. അത് ഇംഗ്ലീഷ് ആകട്ടെ, മലയാളമാകട്ടെ, തമിഴാകട്ടെ, ഹിന്ദി ആകട്ടെ, അല്ലെങ്കിൽ ലാറ്റിൻ ആകട്ടെ, എന്തും എടുത്തോളൂ. ഏതെങ്കിലും ഒരെണ്ണം വൃത്തിയായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. ഒരെണ്ണം വൃത്തിയായിട്ട് പഠിച്ചാൽ മറ്റ് ഭാഷ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് അതിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയൊന്നും പോകാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രാമായണത്തിലോട്ട് തിരിച്ചു വന്നാൽ, അതായത് ഈ ആദികാവ്യം എന്ന് പറയുന്ന രാമായണത്തിലോട്ട് തിരിച്ചു വന്നാൽ അതിനകത്ത് നിന്ന് നമുക്ക് തരുന്ന, ഞാൻ ഇതിനകത്ത് ഇപ്പോൾ സംസാരിക്കുന്ന ഭാഗം എന്താ വെച്ചാൽ അതിൻ്റെ ഭക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. നല്ലൊരു ഭക്തിയുടെ ഒരു കാവ്യമാണത് അല്ലേ. എന്നുവെച്ചാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ഭഗവാനായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ആശ്രയിക്കുകയാണ് ഏത് പ്രവൃത്തി. അങ്ങനെ അതിന് തകരാറൊന്നുമില്ല. ഒരു കുറച്ച് സമയത്തേനൊന്ന് മാറ്റി നിർത്തിയിട്ട് വീണ്ടും അതിലോട്ട് വന്നോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാ മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ ഈ ഭക്തിക്ക് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുത്തു കഴിയുമ്പോൾ അതിലുള്ള തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അതൊക്കെ ദേവന്മാർക്ക് ഭഗവാന് മാത്രം ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ടുണ്ടോ ഇതുവരെ, നമ്മൾ സാധാരണ ജനങ്ങളല്ലേ എന്നുള്ള ന്യായം നമ്മളവിടെ കാണും. അതുകൊണ്ട് അതിനെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിതിനെ ചിന്തിക്കുകയാണ് എങ്കിൽ രാമായണം നമുക്ക് പ്രദാനം ചെയ്യുന്ന 3-4 കാര്യങ്ങളുണ്ട്. 1, ഭാര്യാഭർത്തൃബന്ധം എങ്ങനെയായിരിക്കണം. 2, സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം. അമ്മ അച്ഛൻ മകൻ എന്ന് പറഞ്ഞാൽ, അതായത് മാതൃപിതൃപുത്ര ബന്ധം അത് എങ്ങനെയായിരിക്കണം. സുഹൃത് ബന്ധം എങ്ങനെയായിരിക്കണം. ഈ 4 കാര്യങ്ങളെ നല്ലതുപോലെ ഉറപ്പിച്ച് നമ്മളെ കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഈ രാമായണം എന്ന് പറയുന്നത്. ഭക്തി അവിടെ നിൽക്കട്ടെ, ഭക്തി അവിടെ നിർത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഭക്തി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞാൽ ചുരുക്കം, അതിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഞാനീ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണോ, ആനുകാലിക പ്രസക്തിയുള്ളതാണോ, ഇതാണ് എൻ്റെ ചോദ്യം. അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ രാമായണത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. രാമായണം പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ വേണം. ഇപ്പം നമ്മൾ പറയുകയാണ് അതിനകത്തിപ്പം ഈ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രീരാമചന്ദ്രൻ ആയിക്കൊണ്ട് പാരായണം ചെയ്യൂ.
പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റുന്നത്? അങ്ങനെ പറ്റണം നമ്മളെ കൊണ്ട്. അതായത് പറ്റുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് നമ്മളാണ് എങ്കിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും? ഓരോരോ സന്ദർഭങ്ങൾ വരുന്നുണ്ടല്ലോ. ആ സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാനാണ് ശ്രീരാമചന്ദ്രനെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ശരിയായ മാർഗം ശ്രീരാമചന്ദ്രൻ കാണിച്ചു തരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി അതല്ല എങ്കിൽ സാക്ഷാൽ ദശരഥനെ എടുത്തോളൂ. ആ ദശരഥനെ എടുത്തിട്ട് ദശരഥൻ്റെ ഭാഗങ്ങൾ വരുന്ന സമയത്ത്, ദശരഥനെ വർണ്ണിക്കുന്ന സമയത്ത് ഞാനാണ് ദശരഥൻ എങ്കിൽ എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റിയല്ലേ? ഞാനാണ് കൈകേയി എങ്കിൽ, ഞാനാണ് മന്ധര എങ്കിൽ, ഞാനാണ് ബാലി എങ്കിൽ, ഞാനാണ് രാവണനെങ്കിൽ, ഇങ്ങനെ ആ ഓരോ കഥാപാത്രത്തെയും നമ്മൾ നമ്മളായിട്ട് കണ്ടു നോക്കുക. നമ്മുടേതായുള്ള സാമാന്യ ബുദ്ധിക്ക് നമ്മൾ പറയും അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന്. അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ സ്ഥാനത്തോട്ട് എത്തിച്ചേരുക. നമ്മൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളതിനെ കാണാനായിട്ട് നമ്മൾ ശീലിക്കുക. അങ്ങനെ ശീലിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ അതിൽ നമുക്ക് കാണിച്ചു തരും എങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന്. അതാണ് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ആനുകാലിക പ്രസക്തമാണ് ഈ രാമായണം എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. അതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒന്ന് പറഞ്ഞെന്താ, ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെ വേണം, ഇന്നല്ല കുഴപ്പങ്ങൾ അവിടെയൊക്കെ അല്ലേ, അതെങ്ങനെ വേണം. പിന്നെ മാതൃപിതൃപുത്ര ബന്ധം അത് എങ്ങനെ വേണം. പിന്നെ എന്താ പറയുന്നത്, സുഹൃത്ത് ബന്ധത്തെ സംബന്ധിച്ച്, സാഹോദര്യ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശിഥിലമല്ലേ ഇന്ന് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റി, ഇന്ന് നമ്മുടെ സമൂഹം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ശിഥിലമാകാനുള്ള കാരണം മുഴുവൻ ഇതുകൊണ്ടാണ്. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾ, ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതേ രീതിയിലുള്ള അതിൻ്റെ നെഗറ്റീവിനെ എടുക്കാതെ അതിൻ്റെ പോസിറ്റീവിനെ മാത്രം, അതായത് നെഗറ്റീവ് എവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മളാകില്ല എന്ന് തീരുമാനിക്കുക. എൻ്റെ അച്ഛൻ നിരന്തരമായിട്ട് കുടിച്ചൊക്കെ വരുന്ന, മദ്യപാനത്തോടു കൂടി വരുന്ന ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അത്തരം ശീലം എനിക്ക് ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുക. അല്ലാണ്ട് എൻ്റെ അച്ഛൻ കുടിയനാണ് അതുകൊണ്ട് ഞാനും കുടിയനായി തീരണം എന്ന് അങ്ങനെ അതല്ല നമ്മൾ എടുക്കേണ്ട ഭാഗം. അതാണ് ഇവിടെ കാണിച്ചു തരുന്നതും രാമായണത്തിൽ കൂടെ കാണിച്ചു തരുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ അതിനകത്തെ നല്ലതിനെ നമ്മൾ പതുക്കെ പതുക്കെ എടുക്കാനായിട്ട് ശീലിക്കുക. എവിടെ തുടങ്ങണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതിൽ തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ ദശരഥൻ്റെ തന്നെ എടുത്തു നോക്കിക്കോളൂ. ദശരഥനാണ് എങ്കിൽ 3 ഭാര്യമാരുണ്ട് എന്ന് പറയുന്നു, ഔദ്യോഗികം എന്നൂടെ പറയേണ്ടിയിരിക്കുന്നു. വാൽമീകി രാമായണം വായിച്ചു നോക്കിക്കോളൂ, വേറെ ഒരുപാടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലോട്ട് കടക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തെ നെഗറ്റീവിലോട്ട് നമ്മൾ ചിന്തിക്കണ്ട എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് 85 വയസ്സായ സമയത്തെ പറ്റിയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. വയസ്സിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചയാൾ കൈകേയി എന്ന് പറയുമ്പോൾ കൈകേയിക്ക് ഏതാണ്ട് അതിൽ പകുതി താഴെ പ്രായമൊക്കെ ഉള്ളുതാനും, അത്രയും പ്രായമേ ഉള്ളുതാനും കൈകേയിക്ക്. അതുപോലെയുള്ള ആളാണ്. അപ്പം ആ വ്യക്തികളെ നമ്മൾ കണ്ടുകൊണ്ട് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ പതുക്കെ പതുക്കെ വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കൂ, എന്തിനാ ദശരഥന് ആവശ്യം ഉണ്ടായിരുന്നോ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഭാര്യങ്ങളെ കൂടി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ പെട്ടെന്ന് പറയും പിന്നെ ആവശ്യമില്ലാണ്ട് കൊണ്ടുപോയതല്ലേ അതിന് എന്ന് ചോദിക്കും. ആവശ്യം എന്ത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കി തരാം, മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ദശരഥൻ യുദ്ധത്തിന് പോകുന്നു. ഈ കൈകേയി എന്ന് പറയുന്ന ആൾ തീരെ മോശക്കാരി ഒന്നുമല്ല. കേകയ രാജ്യത്തിലെ രാജാവ് അവിടെ നിന്നും എപ്പോഴെങ്കിലും വെളിയിൽ പോകുന്ന സമയത്ത് രാജ്യഭരണം അന്ന് ഏൽപ്പിച്ചിരുന്നത് കൈകേയിയാണ്. എന്ന് മാത്രമല്ല അന്ന് അവിടെയുള്ള മിലിറ്ററി എന്നൊക്കെ പറയുമല്ലോ, അവർക്ക് പരിശീലനം കൊടുത്തിരുന്ന ആള് ഈ കൈകേയിയാണ്. അല്ലാണ്ട് ഒന്നും അറിയത്തില്ലാത്ത ഒരു സാധാരണ ഒരു പെൺകുട്ടിയൊന്നും അല്ല കൈകേയി. അതിനുള്ള ബുദ്ധി സാമർഥ്യം എല്ലാം ഉണ്ട്. അവർക്ക് പരിശീലനം. അല്ലാതെ നമ്മളത്തെ പിന്നീടുള്ള ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ആധുനിക ഇതിലോട്ട് എടുത്താൽ നമ്മൾ ഝാൻസി റാണി എന്നൊക്കെ പറയല്ലേ, എന്ന് പറയുന്ന രീതിയേക്കാൾ ഉയർന്ന രീതിയിൽ ഉണ്ടായിരുന്നൊരു സ്ത്രീ ആണ് കൈകേയി എന്ന് പറയുന്നത്. അതുകൊണ്ടാകാം ദശരഥൻ കൊണ്ടുപോയത്. അല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന പോലുള്ള കാഴ്ചയല്ല അതിനകത്ത് ഉള്ളത്. നല്ലൊരു സൈന്യാധിപനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കില്ലേ?
എന്തു പറയുന്ന പോലെയാണ് കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതല്ല ഈ സാഹചര്യമൊക്കെ സൃഷ്ടിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിൻ്റേതായ ന്യായമുണ്ട്. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ആദികാവ്യത്തിലോട്ട് നമ്മൾ പതുക്കെ ഒന്ന് അടുത്ത് നോക്കുമ്പോൾ കാണാം അവിടെ നല്ലപോലെ വർണ്ണിക്കുന്നുണ്ട് ആരാണ് കൈകേയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേ കൈകേയിയെ കൊണ്ടുപോയതിൽ യാതൊരു തെറ്റുമില്ല. എന്നിട്ട് അവിടെ വെച്ച് സംഭവിച്ച സംഗതി അല്ലയോ ഇന്ന പോലെ എപ്പോഴോ ഇങ്ങനെ രഥാക്ഷകീലം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ തകരാറ് സംഭവിച്ചു എന്നും അവിടെ ഒന്ന് രക്ഷിച്ചു എന്നും. ആ രക്ഷിച്ച സമയത്ത് ഞാൻ എൻ്റെ വാമഭാഗത്തെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിനകത്ത് എൻ്റെ വാമഭാഗം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ ഒരു ധർമ്മപത്നിയുടെ കടമ നിർവഹിച്ചപ്പോൾ അല്ലേ, ഭർത്താവിൻ്റെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലയോ അത് ചെയ്തത്. അപ്പം അങ്ങനെ അത് ചെയ്ത സമയത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത വാഗ്ദാനം ആ സമയത്ത് കൊടുക്കണോ? വരം ചോദിച്ചില്ലേ, എന്ത് വേണം 2 വരം തന്നേക്കാവുന്ന ആ സമയത്ത് പറഞ്ഞില്ലേ? ഇതിൻ്റെ മുഴുവൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മൂലകാരണം അവിടെ നിന്നല്ലേ തുടങ്ങി വരുന്നത്. ഇനി അത് കൊടുക്കാം എന്ന് പറഞ്ഞത് മാത്രമാണോ? അത് ഇനി എപ്പോൾ വേണേലും എടുത്തോളാനും കൂടെ പറഞ്ഞില്ലേ? എന്നാൽ അന്നേരം തന്നെ തീർത്തെങ്കിൽ അവിടെ തീരില്ലേ? അതിനെന്തൊരു കാലാവധി വെച്ചു? അപ്പോൾ അങ്ങനെ കാലാവധി വെച്ചതാണ് ഇതിനകത്ത് തകരാറ് എന്ന് പറയുന്നത്. ആ കാലാവധി വെച്ചത് പിന്നീട് മറ്റൊരു സന്ദർഭം വന്ന സമയത്ത് മന്ധരയാൽ പ്രേരിതയായി കൈകേയി ചോദിക്കുകയാണ്. സത്യത്തിൽ വാർത്ത കേട്ട സമയത്ത് കൈകേയിയുടെ ഭാവം എന്താ? എനിക്ക് എൻ്റെ മകനായിട്ടുള്ള ഭരതനേക്കായിൽ ഇഷ്ടമാണ് സത്യത്തിൽ രാമനെ, അതുകൊണ്ട് രാമനെ രാജാവാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടിയ സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ കൈകേയിയെ ആരാണ് ഉപദേശിച്ചു മാറ്റിയത്? മന്ധര. ഈ മന്ധര ആൾ മോശമൊന്നുമല്ല. നമ്മൾ കാണുന്നത് നമ്മൾ ഈ കുബ്ജാന്നോ എന്നൊക്കെ പറഞ്ഞ് അതേ രീതിയിലൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മന്ധര നല്ല ഒന്നാം തരം ബുദ്ധിയുടെ പ്രതീകമാണ് മന്ധര എന്ന് പറയുന്ന കഥാപാത്രം. ആ മന്ധരയാണ് സത്യത്തിലെ രാമായണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവുകളെ പോസിറ്റീവാക്കി എടുക്കുക, അല്ലെങ്കിൽ രചനയ്ക്ക്, അല്ലെങ്കിൽ ശകുനി എന്ന് പറയുന്ന ആൾ ഈ അതിന് മുമ്പ് മഹാഭാരതം ഉണ്ടാക്കിയെന്ന് പറയില്ലേ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ അത് വിത്തുപാകിയത് എവിടെയാ? മന്ധരയിൽ നിന്ന് ആണ്. മന്ധര ചെയ്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല താനും. അപ്പം മന്ധര ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നീ ഇത് സംഭവിക്കുന്നതോടുകൂടി എന്ത് പറ്റും നിനക്ക്? രാജമാതാവ് എന്നുള്ള ആ സ്ഥാനമൊക്കെ പോയി ദാസീഭാവത്തിൽ കഴിയേണ്ടതായിട്ട് വരും. കൗസല്യാണ് രാജമാതാവ്, അതുകൊണ്ട് ഇതേ രീതിയിലായിത്തീരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചപ്പോഴാണ് ആളിന് വ്യത്യാസം വരുന്നത്. നമ്മളോട് രാമായണം പറഞ്ഞു തരുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് ചോദിച്ചാൽ ഇത്തരം സന്ദർഭങ്ങളെ എടുത്തിട്ട് നമ്മൾ ആർക്കെങ്കിലും വാക്ക് കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ആ വാക്ക് കൊടുക്കുമ്പോൾ ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് വരൂ, നമുക്ക് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുന്നതിന് പകരം ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരികയാണെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാം, പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ, ഒരു കണ്ടീഷനിൽ തീർത്തോളൂ. ജീവിതത്തിൽ നമ്മൾ എത്ര വിശ്വസ്തരായിട്ടുള്ള ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മകളാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ, സഹോദരനാകട്ടെ, ആരോടും കൊടുക്കുന്ന വാഗ്ദാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷണൽ വാഗ്ദാനം മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അൺകണ്ടീഷണലായിട്ട് നമ്മൾ വാഗ്ദാനം കൊടുത്താൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. നമുക്ക് തരുന്ന സന്ദേശം അതേ രീതിയിലാണ്. ഇതങ്ങനെ പറഞ്ഞതില്ലേ കുഴപ്പമായത്. അതുകൊണ്ട് ആ കണ്ടീഷണലായിട്ടേ ആകാവുള്ളായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. എപ്പോൾ വേണമെങ്കിലും എടുത്തോളാം പറഞ്ഞില്ലേ? ഏത് സമയത്ത് നീ ആവശ്യപ്പെടുന്ന അപ്പോൾ തന്നോളാം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാവോ? അപ്പോൾ ഇതിനൊക്കെ വ്യത്യാസം വരും. എല്ലാ കാലത്തും നമ്മുടെ കൂടത്തിൽ കൂടി നിന്ന് നമ്മളെ എല്ലാ സമയത്തും നമ്മുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന ഏറ്റവും നമ്മുടെ അടുത്ത ആൾ പോലും ഒരു സന്ദർഭത്തിൽ നമ്മളെ തള്ളിപ്പറയാൻ തയ്യാറാകുമെന്ന് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. അതാണ് രാമായണം നമുക്ക് തരുന്ന സന്ദേശം. അതാണ് അവരുടെ പോലും ഭാവത്തിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. കൈകേയി അല്ലായിരുന്നോ ഏറ്റവും അടുത്ത ആൾ? കൈകേയിയോട് അല്ലായിരുന്നോ ഏറ്റവും ഇഷ്ടം കൂടുതൽ? അങ്ങനെയുള്ള ആ കൈകേയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ സത്യത്തിൽ കൊടുത്ത് 2 വരം തരാമെന്നൊക്കെ പറഞ്ഞത്? അല്ല. പക്ഷെ അങ്ങനെയുള്ള വ്യക്തിയിൽ ഭാവം മാറിയില്ലേ? അതാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് തരുന്ന സന്ദേശമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമുക്ക് രാമായണം കാണിച്ചു തരികയാണ്. ഭാര്യയ്ക്കാകട്ടെ ഭർത്താവിനാകട്ടെ അൺകണ്ടീഷണലായിട്ട് ഉള്ള വാഗ്ദാനങ്ങൾ നൽകേണ്ടതില്ല. ചെയ്യാവുന്നത് ചെയ്തോളൂ, ചെയ്യേണ്ടാത്തത് ചെയ്യണ്ട. അല്ലാണ്ട് എന്തെങ്കിലും ഞാൻ അത് ചെയ്തു തരാം, ഒരു നല്ല ഒന്നാന്തരം പട്ടുസാരി ഞാൻ അടുത്ത ഓണത്തിന് വാങ്ങിച്ച് തരാമെന്ന് പറയണ്ട. അടുത്ത ഓണത്തിന് ഞാൻ നല്ലൊരു പട്ടുസാരി വാങ്ങിച്ച് തരാം, അന്നത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി അതിന്
അനുയോജ്യമാണ് എങ്കിൽ കണ്ടീഷൻ ചേർത്തോളൂ, അപ്പോൾ കുഴപ്പമില്ല എന്ന്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റില്ല. ഇത് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പട്ടുസാരിയുടെ കാര്യം എന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ നീരസം വരികയാണ്. കാരണം എൻ്റെ ആഗ്രഹത്തെ ഹനിച്ചു, ഇല്ലേ? എനിക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ, തന്നില്ല. അതിന് നമ്മൾ കണ്ടീഷൻ വെച്ചോളുക എന്നാണ്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു സന്ദർഭവും അവിടെ തന്നെ കാണിച്ചു തരികയാണ്. അതായത് മന്ധരയാണ് കൈകേയിയെ ഉപദേശിക്കുന്നത്. ഉപദേശകർ എന്ന് പറയുന്നവർ അവരുടെ ഉപദേശങ്ങൾ ചില സമയത്ത് വിപരീത ദിശയിലും പോകാം. അതുവരെ എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് നിന്ന ആളിൻ്റെ അഭിപ്രായം പെട്ടെന്ന് ഒന്ന് മാറിയതല്ലേ അത്? ആ ഉപദേശമല്ലേ ഇതേ രീതിയിൽ ചിന്തിക്കാൻ കൈകേയിയെ പ്രേരിപ്പിച്ചത്? നമുക്കൊക്കെ ഒരുപാട് ഉപദേശകരുണ്ടല്ലോ. പിന്നെ ഞാൻ അയാൾ പറഞ്ഞ വാക്കായാണ് ഞാൻ ഒരിക്കലും അതിൽ അവിശ്വാസമില്ല എന്ന് പറയും. നമ്മൾ അങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കേണ്ടതില്ല ജീവിതത്തിൽ. എന്നോട് ഏറ്റവും അടുത്ത ആളാണ്, അതുകൊണ്ട് അയാൾ പറഞ്ഞാൽ പിന്നെ എനിക്ക് മാറ്റമില്ല, അയാൾ അതിനകത്തൊന്നും വ്യത്യാസം വരുന്ന ആളല്ല. ഇങ്ങനെയൊന്നും നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതായിട്ടില്ല. എല്ലാ കാര്യത്തിലും കൂടത്തിൽ നിന്ന മന്ധര പോലും ഇതുപോലുള്ളൊരു നല്ല കാര്യം വരുന്ന സമയത്ത് മാറ്റി പറഞ്ഞു, അല്ലേ? അതുകൊണ്ടല്ലേ അതേ രീതിയിൽ സംഭവിച്ചത്. അപ്പോൾ അത് ആ ഉപദേശമാണ്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെ അവിടെ നിന്ന് കാണണം. ഇനി ഇത് വന്നിട്ടാണെങ്കിലോ, കൗസല്യ കൊണ്ട് എടുത്തോളൂ, ഭാര്യാഭർത്തൃബന്ധത്തിലെ കൗസല്യെ സംബന്ധിച്ചിടത്തോളൂ. കൗസല്യ ആണെങ്കിൽ ജീവിതത്തിൽ ഒരു കാലത്തും ഭർത്താവിനോട് ഒന്നും ചോദിക്കാത്ത ഒരു സ്ത്രീയാണ്. ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് കൗസല്യ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നത്. സുമിത്ര എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാര്യ അവിടെ വർണ്ണിക്കുന്നുണ്ട്. സുമിത്ര എന്ന് പറയുമ്പോൾ ആ സുമിത്ര നല്ല ഒന്നാന്തരം മിത്രമാണെന്നാണ്, ഏറ്റവും നല്ല മിത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ജീവിതത്തിൽ ഒന്നും ചോദിക്കാതെ കൗസല്യായി തീരാൻ നോക്കിക്കോളൂ, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ മിത്രമായി തീരാൻ നോക്കിക്കോളൂ. ഞാനീ പറയുമ്പോൾ ആ ലിംഗം, പുല്ലിംഗം, സ്ത്രീലിംഗം അങ്ങനെ വേർതിരിക്കേണ്ടതൊന്നുമില്ല. ഇത് ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ആകാൻ കേട്ടോ. അത് അങ്ങനെയാണ് അതിനെ നമ്മൾ എടുക്കേണ്ടത്. കാരണം രാമായണത്തിൽ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചു എന്ന് കരുതി ഇത് മുഴുവൻ ഭാര്യമാർക്ക് ബാധകം എന്നൊന്നും എടുക്കണ്ട. അങ്ങനെയൊന്നും ഇതിനകത്തില്ല, ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസൃതമായിട്ട് നമ്മൾ ആ സന്ദർഭങ്ങളെ കാണാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു മിത്രമാകാൻ നമ്മൾ ശീലിക്കുക. നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ലേ, പറ്റും. അത് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കോപം അത് നമ്മൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തെ പറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ക്രോധാലയത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കൈകേയിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു മുറി ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കൊരു മുറി വയ്ക്കും, അല്ലേ? എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴീ മുറിയൊക്കെ പണിയല്ലേ എന്ന് പറഞ്ഞു. അന്നൊക്കെ ക്രോധാലയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുറി വേണം. ഇന്ന് ശരിക്കും ആവശ്യം ഒരു ക്രോധാലയം. നമ്മുടെ വീട് പണിയുമ്പോൾ ഒരു മുറി അതിനെ മാറ്റി വയ്ക്കണം. എന്തിനാ? നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അതിനകത്ത് കയറിയിരുന്നോളൂ, മറ്റാരും പറയുന്നത് കേൾക്കാതെ. അത് നമ്മുടെ ദേഷ്യം തീർന്നു കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങിക്കോളൂ, അതിനകത്ത് ഇറങ്ങിക്കോളൂ. ഇന്ന് ആവശ്യമായി ശരിക്കും പറയുകയാണെങ്കിൽ, പണ്ടത്ര ആവശ്യമില്ലായിരുന്നു. അതാണ് ക്രോധാലയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ സന്ദർഭങ്ങളെ നമ്മൾ കാണാൻ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാരുടെ അടുത്തും അത് പ്രകാശിപ്പിക്കുന്നില്ല. അതിന് പകരം നമ്മൾ അതിലോട്ട് ഒതുങ്ങുകയാണ്. ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ഒതുങ്ങുകയാണ്. ഇതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി അവിടെ പറഞ്ഞു വരികയാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഭാര്യാഭർത്തൃ ബന്ധം നല്ലതുണ്ട്. ബാലിയും താരയും തമ്മിൽ ഉള്ള ഭാര്യാഭർത്തൃ ബന്ധം നല്ല ഒന്നാന്തരം ബന്ധമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സത്യത്തിലെ താര വേണ്ട നല്ല ഉപദേശങ്ങൾ മുഴുവൻ ബാലിക്ക് നൽകുന്നില്ലേ, അല്ലേ? സാക്ഷാൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യം എന്നതാണ്. സുഗ്രീവനെ ഇളമയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് രാജ്യഭാരം, ഇത് നല്ല കാര്യങ്ങൾ മുഴുവൻ താര പറഞ്ഞു കൊടുക്കുന്നില്ലേ? ഇത് വല്ലതും കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഭാര്യമാർ തരുന്ന സതുപദേശങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ കാണേണ്ട ഭാഗമാണത്. നല്ല ഒന്നാന്തര ഉപദേശം, വേറെല്ലാം മോശമായിട്ട് ഉപദേശത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം മറ്റൊരെണ്ണം പറയുകയാണ്. നല്ല ഉപദേശങ്ങളെല്ലാം ആ സമയത്ത് താര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 5 സ്ത്രീകളെ വർണ്ണിക്കുന്ന സമയത്ത് അതിനകത്ത് പെടുന്നയാളാ താരയും മണ്ഡോദരിയൊക്കെ, അല്ലേ? 5 സ്ത്രീകളെ നമ്മൾ വർണ്ണിക്കുന്നില്ലേ? അപ്പോൾ അതിനകത്ത് വരുന്നയാളാണ് ഈ താര എന്ന് പറയുന്നതും.
എന്ന് മാത്രമല്ല, എത്ര ഭാര്യമാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രനോട് താര അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ബാലിയെ വധിച്ചതിന് ശേഷം. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ താര ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. എന്നിട്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? താരോപദേശം എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കൂ. ഇടയ്ക്ക് വന്നിട്ട് നല്ലതുപോലെ ബാലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും അവിടെ നടന്നില്ല. അവസാനം ബാലിയുടെ നാശോടെ സംഭവിക്കുന്നു. ആ സമയത്ത് സാക്ഷാൽ ഭഗവാനോട് തന്നെ നല്ലൊരു ഒന്നാന്തര സ്ത്രീരത്നത്തിൻ്റെ പ്രതീകം മുഴുവൻ അവിടെ കാണിച്ചു തരികയാണ് താര. ചോദിക്കുന്നുണ്ട്, നല്ല മാന്യമായിട്ട് തന്നെ ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഈ ചെയ്തതിൻ്റെ ന്യായം എന്ത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നു. അതും മറഞ്ഞു നിന്നുകൊണ്ട് വധിച്ചതിനുള്ള കാര്യം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശ്രീരാമചന്ദ്രൻ മറുപടിയൊക്കെ പറയുന്നുണ്ട്, ഇന്ന കാരണങ്ങളാണ് എന്നും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, യഥാ ഹി ധർമ്മസ്യ, അല്ലേ? അതിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്തൊക്കെ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളുണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ അതാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം സാക്ഷാൽ അതാണ് നമ്മളിതിനകത്ത് ഒരു ഭാഗം കണ്ടിട്ട് അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കും. അതിന് അവസാനം എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നൊരു വാചകം കൊണ്ടുണ്ട്, അല്ലയോ താരേ, ഇനി ഏതെങ്കിലും കാരണവശാൽ ഞാൻ ചെയ്ത ഈ പ്രവൃത്തിയെ ഏതെങ്കിലും രീതിയിൽ അപലപിക്കുകയാണത് ശരിയല്ല എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ, ഞാൻ ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണത്, അത് നിനക്ക് തോന്നുന്നു എങ്കിൽ അടുത്ത ജന്മത്തിൽ ഇതേ രീതിയിൽ എന്നെ വധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ അതും അവിടെ പറയുന്നുണ്ട്. ഇനി മണ്ഡോദരിയും രാവണനും തമ്മിലുള്ളത് വേണമെങ്കിൽ എടുത്തോളൂ. ഭാര്യ ഭർത്തൃബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഉത്തമ സ്ത്രീകളിൽപ്പെട്ടയാളാണ് മണ്ഡോദരിയും. അങ്ങനെയുള്ള ഇതിനെ സംബന്ധിച്ചുള്ള മണ്ഡോദരി വേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ സത്യത്തിൽ? എന്തെങ്കിലും രാവണൻ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ? എത്ര മോശമായിട്ടുള്ള രീതിയിലോട്ട് രാവണൻ പ്രവർത്തിച്ചു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ വേണ്ട നല്ല ഒന്നാന്തര സന്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജന്മത്തിൽ അല്ലെ ഭാര്യാഭർത്തൃ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാര്യമാർ തരുന്ന നല്ല ഉപദേശങ്ങളെ കേൾക്കാണ്ടിരുന്നാൽ ആപത്താണ് വരുന്നത്. ജീവൻ പോലും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് നമ്മൾ തമ്മിൽ നമ്മുടെ ഭാര്യയെ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് വേറെയും കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ ജീവിതത്തിൽ നമ്മളെ നെഗറ്റീവിനെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കാനായിട്ട് പതുക്കെ ശീലിക്കുക എന്ന് പറയുന്നതിൽ ചുരുക്കാതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള അലോഹ്യങ്ങൾ തീർത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയിടത്ത് തന്നെ വേണമെങ്കിൽ വരാവുന്നതാണ്. നമ്മുടെ മനസ്സ് പോലെ തുടങ്ങുക. ഓരോരോ കാര്യത്തിലും വരുന്നതിനെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉപദേശങ്ങൾ മുഴുവൻ അതിനകത്ത് നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ യാതൊരു തകരാറും ഇല്ല താനും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഇത് പലപ്പോഴും നമ്മൾ എത്രയോ ദിവസങ്ങൾ, കാരണം അറിയാണ്ട് ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നതാണ്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത്. എത്രയോ ദിവസങ്ങൾ പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാണ്ട് കഴിഞ്ഞു കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വെറുതെ പറയുന്നതെന്ന് വെറുതെ പറയുന്നതല്ല. ചെറിയ നിസാര ഒരു കാര്യം വന്നിട്ട് ഒന്ന് പിണങ്ങും. ഈ പിണങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ദിവസം പിന്നെ മിണ്ടിയല്ല. ഇത് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി വ്യത്യസ്തമായിട്ടുള്ള സെപ്പറേറ്റ് മുറികളിൽ പോലും പോയി കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതിൻ്റെ ആ മൂല കാരണം എന്ന് ചിന്തിച്ചാൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒനിയൻ ഉള്ളിയുടെ അത് അതുപോലെ അത്രയൊക്കെ കാര്യമൊക്കെ കാണുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ അതിനൊക്കെ പറഞ്ഞ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കേസുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമില്ലാത്ത അങ്ങനെ ചെയ്യുന്നവരില്ലേ? ഉണ്ട്. എന്തിനാ പിന്നെ അങ്ങനെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. നമ്മളിത് വന്ന ആ സാഹചര്യത്തെ, ഇനിയിപ്പോൾ ദേഷ്യം വന്നു, നമ്മുടെ മാനുഷിക വികാരം വെച്ച് നമുക്ക് ദേഷ്യം വന്നു എങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് അടുത്ത നിമിഷം തന്നെ, അതാണ് വേണമെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ 60ാമത്തെ അധ്യായമായിട്ടുള്ള ഗർഹിച്ചിത് അധ്യായത്തിൽ എടുത്താൽ ആ ഒരു വിവാഹ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ അവിടെ കൃഷ്ണനും രുക്മിണി ദേവിയുമായിട്ടുള്ള ഇതിൽ അവിടെ വർണ്ണിച്ച് വരുന്നുണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ പരസ്പരം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരല്പം നൈർമല്യം, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, ആ നൈർമല്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ
അത്തരം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്ത് ശ്രേഷ്ഠത എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇതുകൊണ്ട് നമ്മൾ നാളത്തേന് കൊണ്ടുപോകുകയല്ല. ഇന്ന് വന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നി, അത് അന്നേരം മറക്കണം. അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് സാന്ത്വയാമാസ സന്ധ്യ, ഇതാണ് ഉപയോഗിക്കുന്ന പദം തന്നെ. എല്ലാവരെയും നല്ലതുപോലെ സന്തുലിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ടുള്ള ആ ഭഗവാൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സന്തുലിപ്പിക്കാൻ പ്രാപ്തിയുള്ള അല്ലേ? പരുഷവാക്കുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? പരുഷവാക്കുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇനിയും വൈകിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ഇതൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതോടുകൂടിയാണ് ആളാകപ്പാടെ കുഴഞ്ഞു വീണത്. ഇനി ആകപ്പാടെ ഇവിടെയും ഗതികേട് പറ്റുമോ, അല്ലെങ്കിൽ പഴയ അവതാരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ്. പക്ഷേ ആ ഭഗവാൻ തന്നെ താൻ ഇരുന്ന തൽപ്പത്തിൽ നിന്നും പെട്ടെന്ന് ചാടി ഇറങ്ങിയ 4 കൈകളോടും കൂടി വാരിയെടുത്ത് മടിയിലെടുത്തി മുടിയിൽ മുഴുവൻ തലോടി, അതാണ് സന്ധ്വയാമാസ സന്ധ്യ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റണം. ഇനിയിപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അല്ലേ? നല്ലൊരു ശതമാനം സീനിയർ സിറ്റിസണൊക്കെ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സാന്ത്വനിപ്പിക്കാനെന്ന്. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വേണ്ട സമയത്ത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്ന് അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള ചില സംഗതികളെ ഇങ്ങനെ പർവ്വതീകരിച്ചു കൊണ്ടുവന്ന് ജീവിതം വഷളാക്കി വരുന്നതിൽ നിന്നും അതിനെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവരിൽ പറഞ്ഞു കൊടുക്കണം. പുരുഷ പ്രജകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൺകുട്ടികൾ, ഞാൻ ആ മനഃപൂർവ്വം അത്തരം പദം ഉപയോഗിക്കുക, പറഞ്ഞു നടക്കുന്ന എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ആ പുരുഷനായിട്ട് പോകാനുള്ള അതിൻ്റേതായുള്ള സത്യത്തിൽ ആർജവുമില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ പല കാര്യങ്ങൾ പറയും. മൃഗീയം ഒരു മൃഗീയോ അല്ല. മൃഗീയമാരാ? മൃഗം നമ്മളെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠരാ. മനുഷ്യനെ ഏറ്റവും കുഴപ്പമുള്ള ആൾ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില സന്ദർഭങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ പൊതുവെ പറയുന്ന എന്താണ് എങ്കിൽ ഈ ജായ എന്നുള്ള ആ പദം പോലും നമ്മുടെ വാമഭാഗത്തിന് വന്നത് എനിക്ക് വീണ്ടും ഞാനായിട്ട് പിറക്കുന്നതിനുള്ള ഒരു സന്ദർഭത്തെ ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ടാണ് ജായ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ തന്നെ മകനായിട്ട് പിറക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജായ എന്നുള്ള പദമൊക്കെ പത്നിക്ക് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായി കഴിയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയുള്ള അവസരത്തിൽ അമ്മയായിട്ട് ഭാര്യയെ കാണണം എന്നാ ആശയം. അതാണ്, അമ്മയായിട്ട് ഭാര്യയെ കാണണം. കുറഞ്ഞത് ഒരു 10 മാസത്തേനെങ്കിലും, അല്ലെങ്കിൽ 9 മാസം 9 ദിവസം 9 അതിൻ്റെ കൃത്യ കണക്കൊക്കെ ഉണ്ട്. അത്രയും നാളത്തെയെങ്കിലും എന്ത് വേണം? നമ്മുടെ വാമഭാഗത്തെ നമ്മൾ അമ്മയായിട്ട് കാണണം. ഇത് സന്ദേശം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ അതിനകത്ത് അല്പം കൂട്ടിച്ചേർത്തോടെ പറയാറുണ്ട്. അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാണ്ടിരിക്കാനെങ്കിലും നോക്കണം. നമ്മുടെ പുരുഷ പ്രജകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ സന്താനങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ അവരെ പഠിപ്പിച്ചു വിടേണ്ടതാണിത്. ശരിയല്ലേന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇല്ലേ? ഇനി വേണ്ട, അവരെ ആദരിക്കണ്ട, അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കാണ്ടിരിക്കാനും ശ്രമിക്കണ്ടേ? എത്രയോ ആൾക്കാർ അവരെ ഉപദ്രവിക്കുന്നു. ആ സമയത്ത് പോലും എത്രയോ ആൾക്കാർ ഉപദ്രവിക്കുന്നു. അതിൽ നിന്നെങ്കിലും മാറി നിൽക്കാനായിട്ട് നമ്മുടെ സന്താനങ്ങളെ നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടതാണ്, പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി അവിടെ പറഞ്ഞു വരികയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തെ എടുത്താൽ ഇപ്പോൾ സാഹോദര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ലക്ഷ്മണനോട് ആരെങ്കിലും പറഞ്ഞോ കാട്ടിൽ പോകാൻ? ലക്ഷ്മണനോട് ആരും കാട്ടിൽ പോകാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠൻ പോകുന്നു, അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നു, ഇതല്ലേ? ആദ്യം അതെല്ലാം ക്ഷോഭിക്കുന്നുണ്ട്. ക്ഷോഭത്തെ മുഴുവൻ പിന്നെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഏതായാലും കൂട്ടത്തിൽ പോകാനായിട്ട് അവിടെ തീരുമാനിക്കുകയാണ്. അല്ലാണ്ട് ലക്ഷ്മണനോട് പോകാൻ പറഞ്ഞോ? ഇല്ല. ഇനി അതിന് ശേഷമാണെങ്കിൽ പോലും പിന്നീട് ഭരതൻ വരുന്നു. ഭരതനെ രാജാവായിട്ട് വാഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. കൈകേയിയുടെ ശ്രമമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അല്ലെ ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ അവിടെയൊക്കെ നടത്തുന്നുണ്ട്. വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭരതൻ അത് സ്വീകരിച്ചോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് വേണം? അവിടെ ജ്യേഷ്ഠഭ്രാത പിതാസമ, ജ്യേഷ്ഠഭ്രാത പിതാസമ, കനിഷ്ഠഭ്രാത പുത്രസമ. ഇതാണ് അതിൻ്റെ സന്ദേശം. അതാണ് മൂത്ത സഹോദരനെ അച്ഛനായിട്ട് കാണണം എന്നാണ്. ജ്യേഷ്ഠനെ അച്ഛനായിട്ട് കാണുകയും അനുജനെ എന്ത് വേണം? മകനായിട്ട് കാണണം.
അപ്പോൾ അച്ഛനായിട്ട് കണ്ടുകൊണ്ട്, അതാണ് ശ്രീരാമചന്ദ്രൻ അവിടെ കാണിച്ചു കൊടുക്കുന്ന ഭാഗം. അതൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ ഒരു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. പകരം ആ സന്ദർഭങ്ങളെല്ലാം വിവരിക്കും. ഇന്ന പോലെയാണ് അതിൻ്റെ വസ്തുത. മര്യാദാപുരുഷൻ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, അല്ലെങ്കിൽ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞ 66 ഗുണങ്ങളും തികഞ്ഞത്, അതാണ് അതിനെപ്പറ്റി പറയുന്നത്. അവതാരത്തെപ്പറ്റി പറയുന്ന 66 ഗുണങ്ങളും തികഞ്ഞത് എന്നുള്ളതാണ്. അതേ രീതിയിലുള്ള ആ മര്യാദാപുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അതിനെ പിതാവായിട്ട് കണ്ടുകൊണ്ട് അനുസരിക്കുക. അല്ലാണ്ട് ഇവരോട് പറഞ്ഞിട്ടൊന്നുമല്ല. രാജ്യം വേണം എന്ന് പറഞ്ഞാൽ രാജ്യം വേണ്ട എന്ന് ആര് പറഞ്ഞു? ഭരതൻ പറഞ്ഞു, ഇല്ലേ? ഏൽപ്പിച്ചിട്ട് പോലും ഭരതൻ രാജ്യം വേണ്ട എന്നാണ് പറഞ്ഞത്. ഞാനല്ല അതിൻ്റെ ആള്, കേൾക്കാൻ മേലേ? ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ കടന്ന് ചിന്തിച്ചോളൂ. എത്ര വർഷത്തേന് വനവാസത്തിന് പോകണമെന്നാണ് പറഞ്ഞത്? 14 വർഷം. 13 വർഷം എന്തിൻ്റെയെങ്കിലും കൈവശമായിട്ടിരുന്നാൽ, നിയമമൊക്കെ പഠിച്ചവരുണ്ടായിരിക്കും, ലീഗലായിട്ട് അതിൻ്റെ അവകാശം ആളിനാണ്. ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ 14. 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ രാജ്യം തിരിച്ചു കൊടുക്കേണ്ടതില്ല. അതാണ് ശാസ്ത്രം. ഇപ്പോൾ അത് 12 മിനിറ്റ് ആക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ റീസെൻ്റായിട്ട് അതിൻ്റെ കാലാവധി 12 കുറച്ചു വന്നു. കാരണം അത്രയും വർഷം ഒരാൾ അതിനെ അനുഭവിച്ചിരുന്നാൽ പിന്നീട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൂടി കണക്കൂട്ടി ചിന്തിച്ചിട്ടാണ് ഈ 14 വർഷത്തേന് കാട്ടിൽ പോകാനായിട്ട് പറഞ്ഞത്. എന്നിട്ട് അതെന്താ ആര് പറയുന്നു? ഭരതൻ തന്നെ പറയുകയാണ് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ്. ആ ഭരതൻ ജ്യേഷ്ഠനോടുള്ള ആ ആദരവ് മുഴുവൻ പ്രകടിപ്പിക്കുക. എത്ര ജ്യേഷ്ഠന്മാർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാനായിട്ട് അനുജന്മാർ തയ്യാറാകും? അല്ലെ മൂത്ത ചേച്ചി പറയുന്നതിനെ അനുജത്തിമാർ അതിനെ കേൾക്കാനായിട്ട് എത്ര പേര് തയ്യാറാകും? നമ്മൾ അങ്ങനെ കാണാനായിട്ട് ശീലിക്കണം. സാഹോദര്യ ബന്ധം എങ്ങനെ വേണം എന്നുള്ളത്. ഇളയ ആളിനെ തിരിച്ചുകൊണ്ട്, അങ്ങോട്ട് മാത്രമല്ല കടമ, തിരിച്ചുകൊണ്ട്. അതാണ് പറഞ്ഞത്. കനിഷ്ഠ എന്ന് പറയുമ്പോഴെന്താണ്? പുത്രസമ. അതാണ് പുത്രനായിട്ട് കണ്ടുകൊണ്ട് അവരെ പോറ്റി വളർത്തി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം. പുത്രൻ എന്ന് പറയുമ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട, ആ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ടെന്നാണ്. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത് സാഹോദര്യ ബന്ധത്തെപ്പറ്റി. ആ സാഹോദര്യ ബന്ധത്തെ നല്ലതുപോലെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാലി സുഗ്രീവനും തമ്മിലുള്ള സാഹോദര്യ ബന്ധം നല്ലതായിരുന്നെങ്കിൽ ഈ തകരാറുണ്ടാവുമോ? ഇല്ല. സത്യത്തിൽ ഇതൊക്കെ വല്ല കാര്യമുണ്ടോ? സുഗ്രീവനോട് പറഞ്ഞതല്ലേ സുഗ്രീവൻ ചെയ്തുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വന്നിട്ട് സുഗ്രീവനെ അവിടെ നിന്ന് അടിച്ചോടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ക്ഷീരം വരികിൽ അല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ അടച്ചു വെച്ചിട്ട് പോയത്. പക്ഷെ എന്നെ കൊല്ലാനാണ്. സുഗ്രീവൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറായോ? ഇല്ല. വേറെയുണ്ട് സഹോദര ബന്ധത്തെപ്പറ്റി പറഞ്ഞത്. ഇപ്പോൾ കുംഭകർണനും വിഭീഷണനും എടുത്തോളൂ, അല്ലെങ്കിൽ രാവണനും കുംഭകർണനും എടുത്തോളൂ, രാവണനും വിഭീഷണനും എടുത്തോളൂ. വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേ? അപ്പം ഇത് തന്നെയാണ് സത്യത്തിൽ. ഈ ഇവിടെ നിന്ന് മാറി നമ്മൾ മഹാഭാരതത്തിലോട്ട് പോയാൽ ഇത് തന്നെയാണ്. അവിടെ സത്യത്തിൽ ഈ ചൂത് കളിച്ചു. ഒന്നാമത് നല്ലതുപോലെ ധർമ്മശാസ്ത്രത്തെപ്പറ്റി അറിയാവുന്ന ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം ചൂതുകളി അനുവദനീയമാണോ? ദൂതം ബാനം അല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൂതുകളി അനുവദനീയമല്ല. ചൂത് കളിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ അദ്ദേഹത്തിന്? ചെയ്ത് തെറ്റ്. അവിടെ എന്നിട്ട് ദ്രൗപദി ചോദിക്കുന്ന ചോദ്യമുണ്ട് സത്യത്തിൽ ഇവരോടൊക്കെ കൂടെ. അത് ധർമ്മത്തെ നല്ലതുപോലെ ഭീഷ്മ പിതാമഹനോട് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത്. അതാണ് സ്ത്രീയുടെ പവർ മുഴുവൻ കാണിച്ചു തരുന്നൊരു ഭാഗമാണ് അത്. ഇതുപോലെ സ്വയം തന്നെ താൻ അടിമപ്പെടുത്തി അല്ലേ, സ്വയം ഇത് കൂടെ വെച്ചു പണയമായിട്ട് പണയം വെച്ച് ആളിനെ എന്നെ പണയം വെക്കാനായിട്ടുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പണയം വെച്ച സമയത്ത് ഈ അനിയനായിട്ടുള്ള ഭീമസേനുണ്ട്, അർജുനുണ്ട്, നകുലനുണ്ട്, സഹദേവരുണ്ട്. ഇവരെന്തേ ഒന്നും മിണ്ടാത്തത്? വേണ്ട സമയത്ത് നല്ല ഉപദേശം കൊടുത്തോ? വിഭീഷണാണ് നല്ല ഉപദേശം കൊടുത്തില്ലേ? വിഭീഷണൻ നല്ല ഉപദേശം കൊടുത്തതാണ്, കേട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അതുപോലും പറയാനുള്ള ഇത്ര വലിയ ധൈര്യശാലികളും തൻ്റേടികളും നല്ല ആയുധ പരാക്രമികളും ആയിട്ടുള്ള ഈ അനിയന്മാരെ ഇവരെന്തേ മിണ്ടാണ്ടിരുന്നത്? ഒരായുധവും ഇല്ലാത്ത ദ്രൗപദി ചോദിച്ചില്ലേ ആ സമയത്ത്? എവിടെയാണ് ഇവിടുത്തെ ധർമ്മം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അല്ലേ? സ്വയം പണയപ്പെടുത്തിയ ഒരാളിന് മറ്റൊരാളെ പണയം വയ്ക്കാനുള്ള അവകാശമുണ്ടോ എന്ന്. സത്യത്തിൽ അത് ഈ ധർമ്മശാസ്ത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇല്ല. അത് എന്ത് ധർമ്മം വെച്ചാണ് ചെയ്തത്? അതിൻ്റെ ആപത്താണ് പിന്നെ വന്നതല്ല. നമ്മൾ ചിന്തിച്ച് നോക്കിയാലും അറിയാം. സത്യത്തിൽ അവിടെ ഈ ധൃതരാഷ്ട്ര അല്ലേ രാജാവാകേണ്ട ആള്? ധൃതരാഷ്ട്ര രാജാവാകേണ്ട ആളാണ്.
അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രർ രാജാവായില്ല. അങ്ങനെയെങ്കിൽ ശാസ്ത്രം പറയുന്നതനുസരിച്ച് മകനായിട്ടുള്ള ദുര്യോധനെ രാജാവാക്കാൻ മേലെ. ധൃതരാഷ്ട്രനാണ് രാജാവാകേണ്ടതെങ്കിൽ അന്ധനായതുകൊണ്ട് മകനെ ആയിട്ടുള്ള ദുര്യോധനെ രാജാവാക്കാമല്ലോ. അപ്പോൾ ഒരാൾ ആ സ്ഥാനത്തിന് കിട്ടേണ്ട ആൾ മറ്റേയാൾ രാജാവായിരുന്ന ആളിൻ്റെ മകൻ, ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അതാണ് ഈ ധർമ്മത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടല്ല എന്നുകൂടി കാണിച്ചു തരികയാണ് ഇത്തരം സന്ദർഭത്തിൽ കൂടി. ഇനി സുഹൃത്തുക്കളാണ് എങ്കിൽ ഈ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൈകേയിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ധര എന്ന് പറയുന്ന സുഹൃത്താണ്, ഇല്ലേ? എത്ര നല്ല സുഹൃത്താണേലും അവർക്ക് ഇടയ്ക്ക് അവരുടെ അഭിപ്രായത്തെ മാറ്റും, അതിന് സംശയമൊന്നുമില്ല എന്ന് നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഇതുപോലെ നല്ല സുഹൃത്തായിട്ടുള്ള ആളാണ് ഈ ഹനുമാൻ എന്ന് പറയുന്ന ആൾ. ഓരോരോ സന്ദർഭങ്ങളെ വെച്ചുകൊണ്ട് വേണമെങ്കിലും കൂടുതൽ പറയാവുന്നതാണ്. അവരുടെ ആ ഓരോ നല്ല കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഇതുണ്ട്. ഹനുമാൻ എന്ന് പറയുന്ന ആൾ നല്ല വൈയാകരണൻ എന്നുള്ള പദമൊക്കെ അവിടുത്തെ ഉപയോഗിക്കുന്നത്. നല്ല വ്യാകരണം അറിയാവുന്നവൻ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പറയാൻ പറ്റിയ ആള് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ളത് സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീവയുള്ളവൻ എന്നാണ്. നല്ല ഗ്രീവയുള്ളവൻ എന്ന് പറഞ്ഞാൽ നല്ല കഴുത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല വാക്ചാതുര്യമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പദത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്, നല്ല വാക്ചാതുര്യമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ എടുക്കുക. അത് ഈ ഭാര്യ ഭർത്തൃബന്ധമാകട്ടെ. ഇനി അച്ഛൻ സത്യത്തിൽ അച്ഛൻ പറഞ്ഞിട്ടാണോ ശ്രീരാമചന്ദ്രൻ പോകുന്ന കാട്ടിൽ? ഇല്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല. അച്ഛൻ ഒരു കാലത്തും തെറ്റായിട്ടുള്ളൊരു കാര്യം പറയില്ല എന്ന് ആ അമ്മയായിട്ടുള്ള കൈകേയി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടാണ്. അമ്മയായിട്ടുള്ള കൈകേയി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രീരാമചന്ദ്രൻ കൈകേയിയെ കാണുന്നത് സ്വന്തം അമ്മയായിട്ട് തന്നെയാണ്, അല്ലാണ്ട് കൗസല്യ എന്നുള്ളതിലല്ല. സ്വന്തം അമ്മയായിട്ടുള്ള അമ്മ അതിൽ മറിച്ച് വേറെ യാതൊന്നും പറയില്ല, അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിതൃവാക്യം അല്ലെ പിതാവ് പറയുന്ന കാര്യങ്ങൾ അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് പോകുന്നയാൾ, അങ്ങനെയാണ് കാട്ടിലോട്ട് പോകുന്നത്. ഇങ്ങനെ ഓരോ സന്ദർഭത്തെയും നമ്മൾ എടുത്തോളൂ. നമുക്ക് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന് എൻ്റെ അച്ഛൻ നന്നായിട്ട് വേണ്ടേ എന്ന് ചോദിക്കും. ഈ നന്നാകാണ്ടിരിക്കുക നമ്മൾ അളക്കുന്ന ആ മാനദണ്ഡത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഈ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ സത്യത്തിലില്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അച്ഛൻ പറയുന്നതിനെ എതിർക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ. അച്ഛൻ ചെയ്ത തെറ്റാണെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലെ അമ്മ ചെയ്ത തെറ്റിനെ കണ്ണടയ്ക്കാൻ നമ്മൾ തയ്യാറാവുമോ? തയ്യാറാകണം. അതാണ് മാതൃപിതൃ പുത്ര ബന്ധം എന്ന് പറയുമ്പോൾ അതേ രീതിയിലാണ്. നല്ല ഒന്നാന്തര ഉപദേശമല്ലേ സത്യത്തിൽ പുത്രനായിട്ടുള്ള ലക്ഷ്മണന് സുമിത്ര കാട്ടിലോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നല്ല ഒന്നാന്തര ശ്ലോക ഇല്ലേ? ഒന്നാന്തര ശ്ലോകം അല്ലേ എന്നെ കൊടുത്തിരിക്കുന്നത്? നീ എന്തായിട്ട് കാണണം? ഓരോരുത്തരെ ആരായിട്ട് കാണണം? രാമനെ എന്തായിട്ട് കാണണം? ദശരഥനായിട്ട് കാണുക എന്നാണ് പറഞ്ഞത്. സീതാദേവിയെ ഞാനായിട്ട് കാണുക, സീതാദേവിയെ ജ്യേഷ്ഠത്തിയെ ഞാനായിട്ട് കാണുക, ഈ അടവിയെ അയോധ്യ ആയിട്ട് കാണുക, അല്ലേ? അയോധ്യാം അടവിയും വിദ്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണുക ഓരോന്നിനെ. അങ്ങനെയാണ് എങ്കിൽ വനവാസം സുഖപ്രദമായി തീരുന്ന ആരോട് പറഞ്ഞു കൊടുക്കുന്നു? ലക്ഷ്മണനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് കാരണം? ഈ ശരിക്കും പറഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പം നമ്മളെടുത്ത് ആ പദത്തെ എടുത്തിട്ട് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കാമാതുരനായ ദശരഥൻ എന്നുള്ള പദം തന്നെ വാൽമീകി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെടുത്തിട്ട് നാളെ വേറെ രീതിയിൽ കോട്ട് ചെയ്യരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഞാനത് പറയുന്നത്. അങ്ങനെയുള്ള ആളിൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണൻ അതേ രീതിയിലുള്ള പ്രവൃത്തി വരാനുള്ള സാധ്യത കൂടുതൽ. ലക്ഷ്മണൻ്റെ ഭാര്യ കൂടത്തിൽ പോകുന്നില്ല, ഊർമിള പോകുന്നില്ല, ഈ കൂടത്തിലാണ് പോകുന്നത്. പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ ശ്രീരാമചന്ദ്രൻ്റെ കൂടത്തിൽ സീത പോകുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ലക്ഷ്മണനായിരിക്കും കൂടത്തിലുള്ളത്. അതുകൊണ്ട് എങ്ങനെ കാണണം എന്നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കുക സുമിത്രാദേവി, അല്ലേ? അല്ല ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര അമ്മമാർ മക്കളെ ഉപദേശിക്കും? മക്കളെ ഉപദേശിക്കണം. നമ്മൾ മക്കളെ ഉപദേശിക്കാണ്ടിരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ കൈ എന്ന് പറയുന്നത് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കൈ കൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്ന അർത്ഥമൊക്കെ ഉണ്ട്, അർത്ഥമില്ലാത്തതൊന്നുമല്ല. നമ്മളിങ്ങനെ ഒരാളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. നമ്മൾ അനുഗ്രഹിക്കേണ്ട നമ്മുടെ കൈയെടുത്ത് നമ്മുടെ തലയിൽ തന്നെ വെച്ചിട്ട് വേറെ ചില പാദങ്ങൾ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. സത്യത്തിൽ മാതാപിതാക്കളാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആൾക്കാർ.
നമ്മളെ പരിശീലിപ്പിക്കണം. എപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ അതിന് വേണ്ടത് കൊടുക്കണം. നമ്മളിതൊന്നും ചെയ്യില്ല. നമ്മൾ കുട്ടികളുടെ ചെറുപ്പത്തിൽ നീ നിൻ്റെ കാര്യം നോക്കുക, ചെറിയ ക്ലാസ്സിൽ പോക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നീ നിൻ്റെ കാര്യം നോക്കാൻ പഠിക്കേ, നീ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേ, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ശ്രദ്ധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വിടും. ഇത് കുട്ടി മുതിർന്നു കഴിയുമ്പോഴൊക്കെ കുട്ടിയുടെ കാര്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് എൻ്റെ മകൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? കുട്ടിയെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചതാ നീ നിൻ്റെ കാര്യം നോക്കാനാ. നിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ അവൻ്റെ ഭാര്യ അവൻ്റെ കുട്ടികളെ നോക്കിക്കുന്നുണ്ട്. അതിന് കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞു. നമ്മുടെ വാക്കുകൾ പോലെ നമ്മൾ കുട്ടികളോട് പറയുന്നത് എത്ര ശ്രദ്ധിച്ച് വേണം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ പദങ്ങളാണ് ഇതിനകത്തെ കുഴപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിലപിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഓരോരോ സന്ദർഭങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട്, ഞാനിത് മുഴുവനും പറഞ്ഞിട്ടൊന്നുമില്ല, ഓരോരോ സന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയുക്തമായ രീതിയിൽ അതിനെ മാറ്റിത്തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ അവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമ അവതാരം ഭക്തി വേണ്ടെന്നല്ലാണ്, ഭക്തിയൊക്കെ വേണം, ഭക്തി വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഈ അവതാരം എന്തിനാ? രാവണനെ കൊല്ലാനായിട്ട്. ശ്രീകൃഷ്ണാവതാരമോ കംസനെ കൊല്ലാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇതാണ് നമ്മൾക്ക് സത്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോലും അറിയില്ല. ഈ രീതിയിലല്ല നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ ഈ അവതാരങ്ങൾ എന്ന് പറയണം. എന്നുവെച്ചാൽ അവതാരങ്ങൾ മുഴുവൻ എന്തിനാ? കൊലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൊല്ലാനുള്ള വാസനയാണ് കുട്ടിയുടെ മനസ്സിലോട്ട് നമ്മൾ വിത്ത് പാകി കൊടുക്കുക. അല്ലേ? അതിനുള്ള വിത്താണ് നമ്മൾ പാകി കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് അതിൻ്റെ സന്ദേശം എന്നുള്ളതിനെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശരിക്കും എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കർഷകനെ എടുത്തോളൂ. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഒരു കർഷകനെ എടുക്കുക. അപ്പോൾ കർഷകരില്ല എന്ന് വേണമെങ്കിൽ പറയാം, കൃഷി തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇനി കർഷകൻ വേണ്ട, അതിന് പകരം പൂന്തോട്ടം പരിപാലിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ എടുത്തോളൂ. ഇത് പരിപാലിക്കുന്ന സമയത്ത് ഒരു കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ ഏത് വിത്ത് കൃഷി ചെയ്തോ അതിൽ നിന്ന് മുളച്ചു വരുന്നതിന് നല്ലപോലെ പരിപാലിക്കും. അല്ലെങ്കിൽ നല്ല പൂക്കളുണ്ടാകുന്ന ഏതെങ്കിലും ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുത്തു അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ നിരന്തരം അതിനെ നോക്കിയില്ലെങ്കിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനിടയ്ക്ക് ധാരാളം കളകളുണ്ടാകും. അല്ലേ? ഇത്തിരി കളകളുണ്ടാകില്ലേ? ഈ കളകൾ നമ്മൾ എന്ത് ചെയ്യും? കളകൾ നമ്മൾ പറിച്ചു കളയും. എന്തിനാ കളകൾ പറിച്ചു കളയുന്നത്? കളകളും പറിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഈ സസ്യം ഇത് കയറി വരുള്ളൂ. അല്ലെ നമ്മൾ നട്ട ചെടി നല്ലതുപോലെ വളർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ചുറ്റുമുണ്ടാകുന്ന മറ്റ് കളകളെല്ലാം നമ്മൾ പറിച്ചു കളയണം. അങ്ങനെ പറിച്ചു കളഞ്ഞാൽ ഇത് നല്ലപോലെ വളർന്നു വരും. അല്ലെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചുള്ള കൃഷി ചെയ്യുമ്പോൾ ഏത് വിത്ത് കൃഷി ചെയ്തോ അതിൽ നിന്ന് വരുന്നതിനെ വളർത്തിക്കൊണ്ട് വരുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന കളകളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇത് തന്നെയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ കാണിച്ചു തരുന്നത്. ഇത് തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാണിച്ചു തരുന്നത്. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നല്ല നല്ല വിത്തുകളെ കൃഷി ചെയ്ത് അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ പരിപോഷിപ്പിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ധാരാളം കളകളുണ്ടാകും. ആ കളകളിൽ പെട്ടതാണ് ഈ പറയുന്ന ഈ വധം ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ആരണ്യകാണ്ഡത്തിലൂടെ ദണ്ഡകാരണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ? ആരണ്യകാണ്ഡത്തിലൂടെ കിടക്കുമ്പോഴൊക്കെ നമുക്കറിയാം, അവിടെ ഈ ശരഭംഗ ആശ്രമ പ്രവേശത്തിലോട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഏതാണ്ട് 21 ഋഷിമാർ കൂടി അവിടെ ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, എന്നാൽ ചോദിക്കുന്നുണ്ട്, അവിടെ എല്ലാം കാണുന്ന ഈ അസ്ഥിക്കൂട്ടവുമല്ല ഇതെങ്ങനെ ഉണ്ടായതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ എങ്ങനെയാണ്? ഋഷികൾ എന്ന് പറഞ്ഞാൽ ഋഷികളുടെ പ്രവൃത്തി മുഴുവൻ അവർ തപസ് ചെയ്യുക. ആ തപസ് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടല്ല. അവർ തപസ് ചെയ്യുന്നത് മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതിനാണ്. അതുകൊണ്ട് കാവി ധരിച്ചവരെല്ലാം അങ്ങനെയാണ് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കണ്ട. അതിലല്ല എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ താല്പര്യം അതിനകത്തല്ല. ശരിക്കുള്ള ഋഷിമാർ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിലല്ല അവരുടെ താല്പര്യം. പകരം അവരുടെ തപസ്സാണ് അതിനകത്തുള്ളത്. അവരെന്നിട്ട് പറയുന്നുണ്ട് ആ സമയത്ത്, ഞങ്ങൾ വിചാരിച്ചാൽ ഇതുപോലുള്ള, അതായത് പല ഈ ക്ഷുദ്ര ജന്തുക്കൾ അല്ലെ ക്ഷുദ്രജീവി കളകൾ അല്ലേ,
ഈ കളകളാണ് സത്യത്തിൽ ഇവരെയെല്ലാം പല ഇതുപോലുള്ള ഋഷികളെ മുഴുവൻ വധിച്ച് അവരുടെ അസ്ഥിക്കൂട്ടമാണ് ഈ കാണുന്നത് എന്ന് ആ സമയത്ത് ശരഭംഗാശ്രമ പ്രവേശനത്തിൻ്റെ സമയത്ത് ശരഭംഗൻ എന്ന് പറയുന്ന ഋഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് പറയുന്നത് എന്താ, ഞങ്ങളുടെ തപസ്സുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യാം. പക്ഷേ അതിലുള്ള തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ തപസിദ്ധി കൊണ്ട് ഞാൻ അവരെ ശപിച്ച് ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി എൻ്റെ തപസിദ്ധി നഷ്ടപ്പെട്ടു. അത് ചെയ്യാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ ഭാഗവതത്തിലെടുത്തോളൂ, ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഈ പരീക്ഷിത്ത് എന്താ ചെയ്ത് ഒരു മുനിയുടെ കഴുത്തേലിട്ടു. ആ കഴുത്തേലിട്ട സമയം ഇത് കേട്ടറിഞ്ഞ മുനികുമാരൻ എന്ത് ചെയ്തു, ശൃംഗി അപ്പോഴെ തന്നെ ഒരു അവിടെ കൗശികി നദിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അപ്പോൾ തന്നെ ശപിച്ചു ഇല്ലേ. എന്നൊക്കെ 7-ാം ദിവസം സർപ്പദംശനമേറ്റ് ആൾ മരിക്കട്ടെ എന്നൊക്കെ ശപിക്കുകയാണ് ചെയ്തത്. കുട്ടി തിരിച്ച് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്ന മറുപടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞെ നിനക്ക് പിഴച്ചല്ലോ എന്നാണ് പറഞ്ഞത്. കുഞ്ഞെ നിനക്ക് പിഴച്ചല്ലോ എന്നാണ്. അതായത് നീ ഇത്രയും നാളായിട്ട് ആർജിച്ച നിൻ്റെ തപസിദ്ധി മുഴുവൻ ആ ശാപം കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി നീ എന്ത് വേണം, ഒന്നേന്ന് വീണ്ടും LKG മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ മുതൽ ഇനി ഒന്നുകൂടെ തുടങ്ങണം. കാരണം നീ ആർജിച്ച നിൻ്റെ തപസിദ്ധി അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഇത് തന്നെയാണ് ഈ ശരഭംഗ ഋഷി ആ സമയത്ത് സൂചിപ്പിക്കുന്നത്. ഋഷിമാർ വിചാരിച്ചാൽ ഇത്തരം കളകളെ അല്ലെ ഇത്തരം ക്ഷുദ്രജീവികളെ നശിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അവരത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ തപസിദ്ധി അതുകൊണ്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യണം, ഈ കളകളെ ഇല്ലായ്മ ചെയ്യണം. ഈ കളകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 12 വർഷക്കാലവും ശ്രീരാമചന്ദ്രൻ ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്. ഈ 14 പറയുന്ന കണക്കിൽ 12 വർഷക്കാലവും അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതിൽപ്പെട്ട ഏറ്റവും ശക്തിമാനായിട്ടുള്ളൊരു കളയായിരുന്നു ഈ പറയുന്ന രാവണനും. രാവണൻ ഏത് മുണ്ടിനാണ്? രാവണ സത്യത്തിൽ ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുക, എല്ലാം നാശം വരുന്ന കാര്യം ശ്രീലങ്ക എന്നൊക്കെ പറയുന്നു എങ്കിലും അവിടെ നിന്ന് ഇവിടെ വന്നു പോലും പറ്റുന്ന രീതിയിലുള്ള എല്ലാ നാശവും ഇവിടെ വരുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് മാത്രമേ, അല്ലാണ്ട് വധത്തിന് വേണ്ടിയിട്ടല്ല സത്യത്തിൽ. അതുകൊണ്ടാണ് ധർമ്മത്തെ സ്ഥാപിക്കുക, ശരിയായ മാർഗത്തെ കാണിച്ചു തരിക. അതിനു വേണ്ടിയിട്ടാണ് അവതാരങ്ങൾ. അല്ലാണ്ട് ഈ കൊലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോട് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം. കംസനെ കൊല്ലാനും അതല്ലെങ്കിൽ രാവണനെ കൊല്ലാനും അതിനൊന്നും അല്ല ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത്. അവതാരം എന്ന് പറയുന്നത് മുഴുവൻ ഇതുപോലെയുള്ള നമ്മൾ അടിക്കുകയല്ലേ, അതായത് ഈ മരുന്നുകൾ വല്ലതൊക്കെ അടിച്ചൊക്കെ ഈ കളകളൊക്കെ നശിപ്പിച്ച് കളയല്ലേ എന്ന് പറയുന്ന പോലെ പ്രവൃത്തി നമ്മളിതിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ആവശ്യമാണ്. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നിന്ന് വളർത്തി കൊണ്ടുവരുന്നത്, അതേ രീതിയിൽ പരിപോഷിപ്പിച്ച് ഇതിനെ കൊണ്ടുവരണം. പരിപോഷിപ്പിക്കുന്നതിൻ്റെ വെളിയിൽ നിന്ന് വന്ന കളകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ചുറ്റും കൂടുന്ന മറ്റ് കളകളുണ്ടല്ലോ, കൂട്ടർ കൂടി തകർത്തോരോ കൂട്ടം കൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല, മര്യാദ കൂട്ടുകാരോട് ചേരണം. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, അന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സാൽ ചെയ്യണം, സ്വന്തം മനസ്സാൽ ചെയ്യണം, ഹന്തനാമം ജപിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളതാ അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, അതിടയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്വന്തം മനസ്സാൽ ചെയ്യണം. നമ്മൾ പറയും ഇപ്പം ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ പറയും, ഇതേ അവരൊക്കെ ഇപ്പോൾ വന്നപ്പോഴെന്താ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങൾ മുഴുവൻ അനിയന്മാർ മുഴുവൻ തൊട്ട് തൊഴുതു, അമ്മമാരുടെ പാദങ്ങൾ മുഴുവൻ ഇവർ തൊട്ട് തൊഴുതു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ രാവിലെ എഴുന്നേറ്റ് വന്നാലേ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഉണ്ടല്ലോ കാല് തൊട്ട് തൊഴണം. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയും, പോയി പണി നോക്കാൻ പറയും. ശരിയല്ലെന്ന് ആലോചിച്ചോളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ തൊട്ട് തൊഴുമ്പോൾ ആ കുട്ടിയുടെ കൂടി അവരുടെ കാല് തൊട്ട് തൊഴും. ഈ ഒരു ശീലം അവരിലോട്ട് വരും. നമ്മൾ കാണിച്ചു കൊടുക്കണം. അതല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യവും മറ്റൊന്നുമില്ല. പ്രവൃത്തികൾക്കിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം, ഇതാണ് ചെയ്യേണ്ട പ്രവൃത്തി, നമ്മൾ ആദരിക്കേണ്ടതാണ്, തൊട്ട് തൊഴേണ്ടതാണ് എന്ന്. പലപ്പോഴും ഉള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നീ ആരുടെയും മുമ്പിൽ തലകുനിക്കരുത്, നല്ലതാണ്. പക്ഷേ ഒരു കാര്യമാണ്, അങ്ങനെ തലകുനിക്കാണ്ട് പോകുമ്പോൾ ഇപ്പോൾ പിന്നെ കട്ടളയ്ക്ക് പൊക്കം കൂടുതലാണ്, അതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ നെളിഞ്ഞു പോകുമ്പം ആ നെറ്റി എവിടെയെങ്കിലും പോയി ഇടിച്ചോളും. ഇതാണ് തല നിവർത്തി പോയാൽ. തല കുനിക്കരുതെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കി ഭാഗം കൂടെ കൂട്ടിച്ചേർക്കണം. വേണ്ടിടത്ത് തല കുനിക്കാനും ശീലിച്ചിരിക്കണം. അതുകൊണ്ടാകാം പണ്ടൊക്കെ വീട് പണിയുമ്പോൾ ഇങ്ങനെ എൻ്റെ
ഈ റൂഫിങ് ഇങ്ങനെ താഴ്ത്തി പണിയും. അകത്തോട്ട് കയറണമെങ്കിൽ ഒന്ന് തല കുരിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ശരിയല്ലേന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോഴിപ്പോഴല്ലേ കൺസ്ട്രക്ഷനൊക്കെ മാറിയത്, പുതിയ പുതിയ എൻജിനീയറിംഗ് ഒക്കെ വന്നപ്പോഴത്തേനും അതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതിന് അതിൻ്റെ ഒരു ശീലമുണ്ട്. നമ്മൾ തല കുനിക്കുന്നിടത്ത് കുനിക്കാനൊക്കെ ശീലിച്ചിരിക്കണം. അങ്ങനെ തല കുനിച്ചില്ല എങ്കിൽ കിട്ടേണ്ടതെന്ന് കിട്ടിക്കോളും. ശിക്ഷണം നമ്മൾ മാതാപിതാക്കൾ വേണ്ട സമയത്ത് കൊടുത്തില്ല എങ്കിൽ അത്തരം കുട്ടികൾ വളർന്നു വരുമ്പോൾ അന്യരുടെ അടികൊള്ളും. ഫിസിക്കലായിട്ട് നല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ജീവിതത്തിൽ അടികൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പോകുന്ന മാർഗത്തിന് മുഴുവൻ തകരാറുകളല്ലേ, വിഘാതം അല്ലേ, അതിനെ സംബന്ധിച്ചോളം സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്ന് ഉദ്ദേശിക്കുന്നത്. അതിനാണ് തലകുനിക്കാൻ നമ്മൾ ശീലിക്കണം എന്ന് പറയുന്നത്. നമ്മൾ വന്ദിക്കാനും നമസ്കരിക്കാനും ഞാൻ നിങ്ങളെ തൊഴുതാൽ ഞാൻ നിങ്ങൾ ഈ കാണുന്ന വ്യക്തികളെ അല്ല തൊഴുന്നത്, ഈ ഇരിക്കുന്ന ഓരോ ജീവികളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവത് ചൈതന്യത്തെ, ഞാനാകുന്ന എൻ്റെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആദരിക്കുന്നു. അത് ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്, അതല്ലാണ്ടൊന്നും അല്ല അതിനകത്തുള്ളത്. അത് നമ്മൾ ശീലിക്കണം, നമ്മൾ ശീലിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമൂഹം രക്ഷപ്പെടും, രാഷ്ട്രം രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ രാമായണത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. ഏതെല്ലാം സന്ദർഭങ്ങൾ എടുത്താലും അതിനെ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉപയുക്തമാക്കത്തക്ക രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോഴൊക്കെ പറയുന്നൊരു സാധാരണ യൂസ് ബി പോസിറ്റീവ് എന്ന് പറയല്ലേ. ബി പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ പ്രാവർത്തികമാക്കൂ. നല്ലതും തിന്മയുണ്ടെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ചാൽ പറയാം, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആരെ വേണേലും നല്ല മാതൃകാ പുരുഷനായിട്ട് എടുക്കാം. നമുക്ക് വേണമെങ്കിലൊക്കെ നമ്മുടെ സാക്ഷാൽ അബ്ദുൽ കലാമിനെ, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പഠിച്ചു വന്ന അതിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എവിടം വരെ എത്തിച്ചേർന്നു? അല്ലെങ്കിൽ ഡോക്ടർ സി.വി. രാമനെ എടുക്കൂ. നിരന്തരമായിട്ടുള്ള പ്രവൃത്തി അല്ലെ, ഹാർഡ് വർക്ക്, എവിടം വരെ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ എടുത്തോളൂ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ എടുത്തോളൂ, അല്ലെ നരസിംഹറാവുവിനെ എടുത്തോളൂ, പഴയ പ്രൈം മിനിസ്റ്റർ എടുത്തോളൂ, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി എടുത്തോളൂ. ആരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആരെ എടുത്തു കഴിഞ്ഞാലും അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നല്ലതിനെ നമ്മൾ സ്വീകരിക്കാൻ ശീലിക്കുക. അവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. ഒരു നല്ല ഭരണാധികാരി മുഖ്യമായിട്ടുള്ള കാര്യങ്ങളെ നിവർത്തിക്കാൻ പ്രാപ്തനായിട്ടുള്ള വ്യക്തിക്കാണ് മുഖ്യമന്ത്രി. പ്രധാനമായിട്ടുള്ള ജനസേവകൻ, അതാണ് ഈ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ യോഗ്യത എന്തൊക്കെ ആയിരിക്കണമെന്ന് വർണ്ണിക്കുന്നുണ്ട് ഈ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ. ശ്രീരാമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ വേണമെന്ന്. നാസ്തികൻ എന്നാണ് ആദ്യം, നാസ്തിക്യം എന്നുള്ള പദമാണ് അവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നാസ്തിക്യം എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരവിശ്വാസമില്ലായ്മ അല്ലൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ നാസ്തിക്യം എന്ന് പറഞ്ഞാൽ അതല്ല ഇത്. നമ്മൾ വെറുതെ അതാ പലപ്പോഴും എടുക്കുന്നത്, ദൈവചിന്ത ഇല്ലാതെ നടക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ലത്. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിവ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ അറിവ് ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ആവശ്യമാണ്. അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ആ അറിവിനെ ഉപയുക്തമാക്കിക്കൊണ്ട് ജീവിതത്തെ നല്ല വഴിയിലോട്ട് നയിക്കുക. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം, ഒരു 14 കാര്യങ്ങൾ ശ്രീരാമചന്ദ്രൻ അവിടെ വർണ്ണിക്കുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത 14 കാര്യങ്ങളെന്ന്. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതിനൊക്കെ വിരുദ്ധമല്ലേ നടക്കുന്നതെന്നൊക്കെ തോന്നും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചുതി എന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. ചുതി, അതാണ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ചെയ്യരുതാത്തത് എന്ന് പറയുന്നതിനെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് വ്യക്തിയെ വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യത. അല്ലാണ്ട് ഇന്ന ആളിനെ മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ ഇല്ല. എല്ലാവരെയും നമ്മൾ വീക്ഷിച്ചിട്ട് അവരിലെ നല്ലതിൽ ദശരഥനെ നമ്മൾ നോക്കിയിട്ട് ദശരഥൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, നല്ല കാര്യങ്ങൾ എടുക്കുക. കൈകേയിയെ നോക്കിയിട്ട് കൈകേയിക്ക് ഉള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് കൈകേയിക്ക്, അതെടുക്കുക. മന്ധരയുടെ നല്ല ക്വാളിറ്റീസ് എടുക്കുക. ഈ ജാനകി എന്ന് പറയുന്ന സീതാദേവിയെ തന്നെ അച്ഛൻ്റെ പേരിലാണ് സത്യത്തിൽ ജാനകി എന്ന് പറയുന്നത് അല്ലേ. ജനകപുത്രി എന്നുള്ള രീതിയിലാണ് ജാനകി എന്ന് വന്നിരിക്കുന്നത് പോലും. വിവാഹം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് കണ്ടീഷൻ? അത് സീതാദേവി പിന്നെ വർണ്ണിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ പോകുന്ന വഴിയുടെ മുൻപിൽ നടന്നുകൊണ്ട് അതിൽ വരുന്ന കല്ലും മുള്ളുമെല്ലാം മാറ്റിക്കൊണ്ട് നല്ല വഴി കാണിച്ചു കൊടുക്കാനുള്ള ആളാണ് ജാനകി എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? അച്ഛനായിട്ടുള്ള ജനകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളൂ. പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഭർത്താവ് മുമ്പിൽ പോകും, ഭാര്യ പുറകെ പോകും. ശരിയല്ലെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പക്ഷേ ജനകൻ പറഞ്ഞു കൊടുത്തത് എന്താ?
യു ഹാവ് ടു ഗോ അല്ലേ, എവിടെ പോകണേ? മുൻപിൽ നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സീതാദേവി ആ സമയത്ത് പറയുന്നുണ്ട്. ആ വനത്തിലോട്ട് വനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ വർണ്ണിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത്. എത്ര അച്ഛന്മാർ തയ്യാറാകും കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നയിച്ചു കൊണ്ടുള്ള ഉത്തരവാദിത്വം പിതാവ് എന്നുള്ള രീതിയിലുണ്ട്. അത് ഓരോരുത്തരുടെ കാര്യം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു കടയിലൊരു വസ്ത്രം വാങ്ങാൻ പോകുന്നു, ശരിയായിരിക്കും അവർക്ക് അമ്മയും കൂടെ കൂട്ടി പോകുന്നതായിരിക്കും ഇഷ്ടം, എങ്കിൽ പോലും ആ കൂടുതൽ അച്ഛനും കൂടെ ഒന്ന് പോയാൽ വല്ല തിരക്കേടുണ്ടോ? എത്ര ഇന്നത്തെ കാലത്ത് എത്ര പിതാക്കന്മാർക്ക്, അച്ഛന്മാർക്ക് പറ്റും എൻ്റെ മകളെയും കൂടെ ഒരുമിച്ചിരുത്തി ഒരു ബസ്സിലിരുന്ന് സഞ്ചരിക്കാനായിട്ട് എത്ര പേർക്ക് പറ്റും ഒരേ സീറ്റിലിരുന്ന്? അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടിയെ, നമ്മുടെ പെൺകുട്ടി, അത് ആ വേണ്ട സമയത്ത് നമ്മൾ കൂടത്തിൽ നിർത്തി അവരെ ഇത് പറഞ്ഞു പരിശീലിപ്പിക്കണം. അതില്ലാണ്ട് വരുമ്പോഴാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലെല്ലാം വേറെ വേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു വർണ്ണനയുണ്ട് അവിടെ. ഈ ജനകൻ സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന, വിവാഹത്തിൻ്റെ കഴിയുന്നതോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്ത് പറയുന്നുണ്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അവിടെ എങ്ങും അമ്മയുടെ കാര്യത്തെപ്പറ്റി മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ജാനകി എന്ന പേര് തന്നെ കൊടുത്തിരിക്കണേ. ഈ മണ്ണിൽ നിന്ന് അല്ലേ, അല്ലെങ്കിൽ ഉഴവുചാലിൽ നിന്ന്, അതുകൊണ്ട് ആ ഒരു പേര് വന്നു. ജാനകി എന്ന് വരാൻ കാരണം ജനകൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വേണ്ട മാർഗനിർദ്ദേശം മുഴുവൻ കൊടുത്തയാള്. അങ്ങനെയൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്ത് പറയും? പിതാ നസസ്യാത്. അത് ആരാ പറഞ്ഞു? ഋഷഭദേവൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ പറയുന്നതാണ്. പഞ്ചമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണിത്. പിതാവ് എന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്നാണ്. മാതാ നസാസ്യാത് എന്നാണ്. മാതാവ് എന്ന് വിളിക്കാൻ യോഗ്യല്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? നമ്മൾ അച്ഛനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്ന് വരുന്ന അവസ്ഥയിൽ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക. യോഗ്യനല്ല എന്നുള്ള അവസ്ഥയിലോട്ട് പോകരുത്. അമ്മയല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കരുത്. അതിന് മാറണം. അമ്മയാകാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അമ്മയല്ല. അതാണ് നെഗറ്റീവാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ. സാക്ഷാൽ ഋഷഭദേവൻ ഉപദേശിക്കുന്ന ഉപദേശമാണത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ വരുന്ന ഈ കളകൾ എന്ന് പറയുമ്പോൾ ആളെ കൊല്ലുക എന്നൊന്നും അല്ല കേട്ടോ. നമ്മുടെ സന്ദർഭങ്ങളുമായിട്ട് വരുന്ന ഈ നെഗറ്റീവുകളുണ്ടല്ലോ, നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖപ്രദമാകും, നല്ല ഒരു രീതിയിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അതേ രീതിയിൽ ഞാൻ ഈ ഭഗവാനുള്ളത് കാര്യമായിട്ടൊന്നും ഞാൻ സ്പർശിച്ചിട്ടില്ല. അല്ലാണ്ട് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഉപയുക്തമായിട്ടുള്ള ഒരു നല്ല ഗ്രന്ഥമാണ് നമ്മുടെ ഈ രാമായണം എന്ന് പറയുന്ന ആദികാവ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചുരുക്കം വാക്കുകൾ ഇവിടുത്തെ ഭഗവത് നടയിൽ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതാണെങ്കിലും ഇതുപോലൊരു സന്ദർഭം ഇവിടെ വന്നു, അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വലിയ അത്യുത്തമം എന്നൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച രാമായണം പുതുമ എന്ന് പറഞ്ഞാൽ രാമായണം വായിക്കാഞ്ഞിട്ടല്ല, രാമായണത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. നന്ദി, നമസ്കാരം.